എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരും ആദരണീയരുമായ എൻ്റെ ആത്മസഹോദരങ്ങളെ, ഭക്തി, ചരിത്രവും പ്രത്യയശാസ്ത്രം എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം. നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ, കേരളത്തിൻ്റെ സവിശേഷ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നാണ് ഭക്തി എന്നുള്ളത്. അത് എവിടെയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്നറിയാം. ഭക്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നും പൊതുവെ ബോധമുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നും അറിയാം. എന്താണ് ഭക്തി? ഭക്തിയുടെ ഒരു ചരിത്രം എന്താണ്? എന്താണ് ഭക്തിയുടെ പ്രത്യയശാസ്ത്രം? ഭക്തി എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ചർച്ചാ വിഷയത്തിൽ അന്വേഷിക്കാനായി ഒരുമ്പെടുന്നത്. ഭക്തി എന്ന വാക്കിന്, ആ ഭക്തി എന്ന് പറയുന്ന ആ പദം ഉണ്ടായിരിക്കുന്നത് ഭജ് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഈ ഭജ് ധാതുവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുക എന്നർത്ഥമാണ് പ്രധാനമായിട്ടും ഈ ഭക്തി എന്ന വാക്കിന് പൊതുവായിട്ട് ഉള്ളത്. കേശവൻ വെളുത്താട്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യവും ചരിത്രവും ധാരണയുടെ സാധ്യതകൾ എന്ന പുസ്തകത്തിൽ ഭക്തിയുടെ ഉൽപ്പത്തി വികാസത്തെ സംബന്ധിച്ച് ചില അന്വേഷണങ്ങൾ കേശവൻ വെളുത്താട്ട് നടത്തുന്നുണ്ട്. ആമുഖമായി അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതായിട്ട് വരും. പങ്കുവെക്കുക എന്ന് പൊതുവെ അർത്ഥം വരുന്ന ഭജ് ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന ശബ്ദം നിഷ്പന്നമാവുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പം ആദ്യകാലത്ത് ഈ ഭക്തി എന്ന വാക്ക് ഉണ്ടാകുന്ന ഭജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തന്നെയാണ് ഭജിക്കുക, ഭഗം, ഭഗവാൻ, ഭാഗ്യം മുതലായ പദങ്ങളൊക്കെ തന്നെ നിഷ്പന്നമാകുന്നത്. ഭക്തി എന്ന് പറയുന്ന പദം നിഷ്പന്നമാവുന്ന അതേ ധാതുവിൽ നിന്ന് തന്നെയാണ് ഈ ഇവിടെ സൂചിപ്പിച്ച ഭജിക്കുക, ഭഗം, ഭഗവാൻ, ഭഗം, ഭാഗ്യം എന്നൊക്കെയുള്ള പദങ്ങൾ ഉണ്ടാകുന്നത്. ഋഗ്വേദത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായൊരു സൂക്തമുണ്ട്. ഇന്നത് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം എന്ന പേരിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രാതരഗ്നിം പ്രാതരിന്ദ്രകം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിനാഹ പ്രാതർഭകം പ്രാതർഭകം. ഇവിടെ ഭഗം എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കുക. പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതഃ സോമമുദരുദ്രകം കുവേമ. അപ്പോൾ ഭഗം എന്നുള്ളതിന് ഇവിടെ ഐശ്വര്യം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. കേശവൻ വെളുത്താട്ടിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ, ഇങ്ങനെ ഒരു കൂട്ടിയ സ്വത്ത്, വൈദിക വാഗ്മയത്തിൽ ഗോഗ്രഹണങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അസംഖ്യമാണ്. ഇങ്ങനെ ഒരു കൂട്ടിയ സ്വത്ത്, വിശേഷിച്ചും ഗോസ്വത്ത്, അതിനുത്തരവാദിയായ മൂപ്പൻ, രാജൻ ഒറ്റയ്ക്ക് അനുഭവിക്കുകയല്ല പതിവ്. ഏതെങ്കിലും വിധത്തിൽ അത്തരം ആക്രമണ പരിപാടികൾക്ക് ആ രാജനെ സഹായിച്ചവർക്കൊക്കെ അതിൻ്റെ ഒരു പങ്ക്, ഭാഗം അയാൾ കൊടുത്തു. പലപ്പോഴും ഇത് തിന്നാനുള്ള വസ്തുക്കളാകും. അങ്ങനെ ഭക്തം, വിഭജിക്കപ്പെട്ടത്, പങ്കുവെക്കപ്പെട്ടത് എന്നതിന് ആഹാര സാധനം എന്നർത്ഥം വന്നു. ഭക്ഷിക്കുക എന്നതും ഭജ് ധാതുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതങ്ങനെ ഇവിടെ ഉദ്ധരിച്ച ഭാഗ്യസൂക്തം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട സൂക്തത്തിലും പറയുന്നത് ഭഗം ഭക്ഷിത്യാഹ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്നതിന് ആദ്യമൊക്കെ ഈ അത്തരത്തിൽ തിന്നാൻ ഒരു ഓഹരി കിട്ടിയവൻ എന്ന അർത്ഥമുള്ളത്. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തിന്നാൻ ഒരു ഓഹരി കിട്ടിയവൻ. പിൽക്കാലത്ത് അതിനുള്ള സംസ്കൃത സാഹിത്യത്തിൽ തന്നെയുള്ള അർത്ഥങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വലിയ സമ്പത്തുള്ളവൻ എന്ന എന്നർത്ഥമാണ് ഭഗവാൻ എന്ന വാക്കിനുള്ളത്. വലിയ സമ്പത്തുള്ളവൻ, അല്ലെങ്കിൽ വലിയൊരു പണക്കാരൻ എന്നൊക്കെ മാത്രമേ ഭഗവാൻ എന്ന വാക്കിന് അർത്ഥമുള്ളൂ. ഇന്നിപ്പോൾ ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏതൊക്കെ തലത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാനിവിടെ ഉദ്ധരിച്ച ഭാഗ്യസൂക്തത്തിൽ പറയും, വയം ഭഗവന്തസ്യാമ, ഞങ്ങൾ ഭഗവാന്മാരാവട്ടെ. ഇന്നങ്ങനെ പറയാൻ പറ്റുമോ? വയം ഭഗവന്തസ്യാമ, ഞങ്ങൾ ഭഗവാന്മാരാകട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് വലിയ ഓഹരി കിട്ടട്ടെ എന്ന് മാത്രമേ ഋഗ്വേദത്തിൽ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് വലിയ ഓഹരി കിട്ടട്ടെ. പക്ഷെ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്മാരാകട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ സമ്മതിക്കുമോ ഞങ്ങളെല്ലാം ഭഗവാന്മാരാണെന്ന് പറഞ്ഞാൽ? ഞാൻ ആ ദൈവങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അത് നമുക്കിവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അത്തരം ഭഗവാന്മാരും ഭഗവതിമാരും ഒക്കെ, അവരെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഭജ് എന്ന ധാതുവിൽ നിന്നുണ്ടായ ഭക്തന്, അപ്പം ഭഗവാൻ ഭക്തൻ. അപ്പൊ ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പങ്കുപറ്റുന്നവൻ എന്നാണ് അർത്ഥം. പങ്കുപറ്റുന്നവൻ, ഭക്ഷണത്തിന്റെ ഒരു ഓഹരി സ്വീകരിക്കുന്നവൻ എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളത്. അപ്പൊ ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭജ് ധാതുവിൽ നിന്നുണ്ടായ ഭക്തൻ എന്ന വാക്കിന് പങ്കുപറ്റുന്നവൻ, ഭക്ഷണത്തിന്റെ ഒരു ഓഹരി പറ്റുന്നവൻ എന്നാണ് സംസ്കൃത സാഹിത്യം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് വൈദിക സാഹിത്യം പരിശോധിച്ചാൽ നമുക്ക് അർത്ഥം കാണുവാൻ കഴിയുക. കേശവൻ വെളുത്താട്ടിന്റെ വാക്കുകൾ വീണ്ടും ഉദ്ധരിച്ചാൽ, വേലയ്ക്ക് കൂലി, ഭക്ഷണം എന്ന പദ്ധതി മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് ഭക്തൻ എന്നാൽ ഭൃത്യൻ, ദാസൻ എന്നൊക്കെ അർത്ഥം ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ പ്രാപിക്കുക, ആശ്രയിക്കുക എന്നുള്ള അർത്ഥത്തിലും ഭജ് ധാതുവിന് ഉപയോഗം കൈവന്നു എന്നുകൂടി കേശവൻ വെളുത്താട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വിശദമായിട്ട് ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ കാരണം, ഈ ഭജ് ധാതു, ഭക്തി, ഭക്തൻ, ഭഗവാൻ എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു വ്യക്തത കൈവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആമുഖമായി വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ഈ ചർച്ചയുടെ മധ്യത്തിൽ വരാം. അപ്പൊ ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈ ഭക്തിയുടെ വിപുലമായ തലങ്ങളൊന്നും തന്നെ ഋഗ്വേദത്തിൽ കാണാനില്ല. വലിയ വിപുലമായ തലങ്ങളൊന്നും കാണാനില്ല. അത് ചെറിയ ചില യാഗയജ്ഞാതി കർമ്മ പരിപാടികളൊക്കെ ഋഗ്വേദത്തിൽ നമുക്ക് കാണാം. യജുർവേദത്തിലും സാമവേദത്തിലും അഥർവേദത്തിലും ഒക്കെ തന്നെ അത്തരം കർമ്മ പരിപാടികളൊക്കെ നമുക്ക് കാണാമെങ്കിലും ഋഗ്വേദത്തിൽ ഭക്തിപൂർവമുള്ള ഈ പറയുന്ന രീതിയിൽ, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഭക്തിപൂർവമുള്ള പരിപാടികളൊന്നും അല്ല നമ്മൾ ഋഗ്വേദത്തിലെ യാഗയജ്ഞാതി കർമ്മ പരിപാടികളിലൊന്നും തന്നെ കാണുക. അതൊക്കെ പിൽക്കാലത്ത് ക്ഷേത്ര കേന്ദ്രീകൃതമായ രീതിയിലുള്ള വിഗ്രഹാരാധനകൾ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയാണ് ഭക്തി ആ നിലയ്ക്കൊരു പ്രസ്ഥാനമായി രൂപപ്പെടുന്നത്. അപ്പോൾ തന്നെ കേശവൻ വെളുത്താട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയതമായ ഉദ്ദേശ ലക്ഷ്യങ്ങളും വ്യക്തമായ കർമ്മപദ്ധതികളും എല്ലാവരും അംഗീകരിച്ചാദരിക്കുന്ന നേതൃത്വമൊക്കെയായി കുറേയേറെ ജനങ്ങൾ ബോധപൂർവം പങ്കെടുക്കുന്ന ഒരു പരിപാടിയെയാണ് മലയാളത്തിൽ പ്രസ്ഥാനം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കാറ് എന്ന് കേശവൻ വെളുത്താട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഭക്തിയെ കാണാമെന്ന് ചോദിച്ചാൽ ചില സംശയങ്ങൾ. ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ജനങ്ങളും പങ്കുപറ്റിയ ഒന്നായിരുന്നില്ല ഭക്തി പ്രസ്ഥാനം എന്ന് നമുക്ക് കാണാനും കഴിയും. അത് ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗങ്ങൾ സ്വീകരിച്ചതോ ബഹുജനങ്ങൾ കൊണ്ടു നടന്നതോ ബഹുജനങ്ങൾ ഭക്തി എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രചരിപ്പിച്ചിരുന്നതോ സ്വാംശീകരിച്ചിരുന്നതോ അവരുടെ നിത്യജീവിത വ്യവഹാരങ്ങളിൽ അവർ ബോധപൂർവമോ അബോധപൂർവമോ പ്രവർത്തിച്ചിരുന്നതോ ആയ കർമ്മ പദ്ധതികൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഭക്തിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഇന്ന് അതിനെയെല്ലാം ഭക്തിയിലാണ് അന്തർഭവിപ്പിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഒരു കീഴാള അടര് നമുക്ക് പരിശോധിച്ചാൽ ആദ്യകാലത്ത് ഭക്തി എന്ന് പറയുന്ന ആശയത്തിന് അബ്രാഹ്മണികമായൊരു രൂപമുണ്ടായിരുന്നു. ഇപ്പൊ തുക്കാറാമിൻ്റെ ഗീതിക പരിശോധിച്ചാൽ പറയും, ജാതിയുടെ മഹത്വവും വിഷ്ണുദാസന്മാർക്ക് വേണ്ട, വേദശാസ്ത്രം അങ്ങനെ ചെറുതാകുന്നു. തുക്ക പറയുന്നു, നിങ്ങളുടെ ഏത് പുസ്തകമാണ് വീണുപോയവരെ രക്ഷിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഏത് പുസ്തകമാണ് വീണുപോയവരെ രക്ഷിച്ചിട്ടുള്ളത് എന്ന് തുക്കാറാം ചോദിക്കുന്നുണ്ട്. ഇത് തുക്കാറാമിൻ്റെ ഭക്തി ഗീതികയിലുള്ള ഒരു ശ്ലോകത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇവിടെ ഉദ്ധരിച്ചത്. അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ ഏത് പുസ്തകമാണ് വീണുപോയവരെ രക്ഷിച്ചിട്ടുള്ളത് എന്ന് തുക്ക ചോദിക്കുന്നു. ജാതിയുടെ മഹത്വം വിഷ്ണുദാസന്മാർക്ക് വേണ്ട. അപ്പൊ ഇവിടെ തുക്ക ഒരു വിഷ്ണു ഭക്തനായിരിക്കുമ്പോഴും ജാതിയെ നിരസിക്കുന്ന ഒരു വിഷ്ണു ഭക്തനായിട്ടായിരിക്കുന്നത്. അദ്ദേഹം വിഷ്ണു ഭക്തനാണ്. അതേ സമയത്ത് തന്നെ ജാതിയുടെ മഹത്വത്തെയും ജാതിബോധത്തെയും ശ്രേണീകൃതമായ ജാതിയുടെ അസമത്വങ്ങളെയും നിരസിക്കുന്ന ഒരു ലോകബോധത്തെ തുക്ക
കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേദശാസ്ത്രം അങ്ങനെ ചെറുതാകുന്നു. വേദങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ ചെറുതാണ്. നിങ്ങൾ വലിയ മഹത്വമൊക്കെ വേദങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വേദം ആരെയാണ് രക്ഷിച്ചിട്ടുള്ളത് എന്നാ തുക്ക ചോദിക്കുന്നത്. വീണുപോയവരെ ആരെയെങ്കിലും ഋഗ്വേദം രക്ഷിച്ചിട്ടുണ്ടോ? വീണുപോയവരെ ആരെയെങ്കിലും യജുർവേദം രക്ഷിച്ചിട്ടുണ്ടോ? പട്ടിണി കിടക്കുന്നവർക്ക് ആരെയെങ്കിലും കരകയറ്റിയിട്ടുണ്ടോ എന്നാണ് തുക്ക യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. തുക്കയുടെ ഗീതികയിൽ പറയും, ഒരു മഹറിന്റെ സ്പർശനം വെറുക്കുന്നവൻ ബ്രാഹ്മണനല്ല. അവൻ എന്ത് പ്രതിക്രിയ ചെയ്യാനാവും? അവന് തൻ്റെ ജീവൻ വലിച്ചെറിയാനൊന്നും കഴിയില്ല. ഒരു ചണ്ടാളൻ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അവൻ്റെ ഹൃദയമാണ് മലിനമായത്. തുക്ക പറയുന്നു, അവൻ്റെ ജാതി മലിനമാകുന്നത് അവൻ്റെ മനസ്സിൽ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് തുക്ക പറയുന്നത്. അപ്പോൾ ഒരു മഹറിന്റെ സ്പർശനം വെറുക്കുന്നവൻ ബ്രാഹ്മണനല്ല എന്ന തുക്ക പറയുന്നത്. ഇവിടെ ബ്രാഹ്മണൻ എന്ന പദത്തിന് ഭക്തിയുടെ വേറൊരു മൂല്യപദവിയിൽ നിന്നുകൊണ്ട് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് തുക്ക നടത്തുന്ന യഥാർത്ഥത്തിൽ. പിൽക്കാലത്ത് വാദിക്കപ്പെടുന്നത് പോലെ ഇതിഹാസ പുരാണങ്ങളുടെ കേന്ദ്രീകൃതമായ ഭക്തി പ്രസ്ഥാനത്തിനകത്ത് കയറുന്ന ഒരു അറ്റാക്ക് നടത്താനുള്ള ശ്രമമാണ് തുക്ക നടത്തുന്നത്. അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള വേറെ വിഷയം. അത് നമുക്ക് ഈ പ്രഭാഷണത്തിന്റെ അന്ത്യഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. തുക്ക പറയുന്നു, നിങ്ങൾ പറയുന്ന കഥകൾക്ക് അടിസ്ഥാനമില്ല. നിങ്ങൾ പന്താരി റാവുവിനെ അറിയുമ്പോൾ എല്ലാറ്റിനും സാധ്യത കണ്ടെത്തും. നിങ്ങളുടെ വന്ധ്യമായ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് കേൾക്കാൻ അവിടെ ആരാണുള്ളത്? തുക്ക പറയുന്നു, അറിവിൻ്റെ ഭണ്ഡാരം ഇതിനേക്കാളെല്ലാം ഏറെയാണ് എന്ന് തുക്കയുടെ ഗീതികയിൽ പറയും. നിങ്ങൾ പറയുന്ന ഒരു കഥകൾക്കും അടിസ്ഥാനമില്ല. നിങ്ങൾ പന്താരി റാവുവിനെ അറിയുമ്പോൾ, മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണല്ലോ ഈ വിഠൽ എന്ന് പറയുന്നത്. ഇപ്പൊ വിഠലിനെ അറിയുമ്പോൾ എല്ലാത്തിനും പരിഹാരമാവും. നിങ്ങൾ പറയുന്ന വന്ധ്യമായ ബ്രാഹ്മണ്യത്തെ പറ്റിയാണ്. അത് കേൾക്കാൻ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുകൂടി തുക്ക പറഞ്ഞു വെക്കുന്നു. കബീറിന്റെ ദോഹയിൽ കാണാം, ആരാധന, മന്ത്രോച്ചാരണങ്ങൾ, 6 വിശുദ്ധ ചടങ്ങുകൾ, ഈ ധർമ്മം നിറയെ വരണ്ട അനുഷ്ഠാനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, 4 യുഗങ്ങൾ ഗായത്രി പഠിപ്പിച്ചിട്ട് ആര് സ്വാതന്ത്ര്യം നേടി? ഇതാണ് കബീർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 4 യുഗങ്ങൾ ഗായത്രി പഠിപ്പിച്ചിട്ട് ആര് സ്വാതന്ത്ര്യം നേടി എന്നാണ് കബീർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ബ്രാഹ്മണ്യത്തിന്റെ ഹൃദയത്തിൽ ചെന്നുള്ളൊരു അറ്റാക്കാണ് കബീർ നടത്തുന്നത്. ഇത് ഭക്തി പ്രസ്ഥാനത്തിന്റെ വിമോചനാത്മകമായ ഒരു കീഴാളമായ പരിച്ഛേദത്തെയാണ് കബീറിന്റെ എഴുത്തുകളിൽ നമ്മൾ കാണുക. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, 4 യുഗങ്ങൾ ഗായത്രി പഠിപ്പിച്ചിട്ട് ആര് സ്വാതന്ത്ര്യം നേടി? ഇപ്പോൾ നമ്മുടെ ഈ ആചാര്യ ശ്രീ രാജേഷിന്റെ ഒക്കെ രാജേഷും സംഘവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഗായത്രി പഠിപ്പിക്കുക ആളുകളെ. അപ്പോഴാണ് കബീർ ചോദിക്കുന്നത്, നിങ്ങൾ 4 യുഗങ്ങളായിട്ട് ഗായത്രി പഠിപ്പിച്ചിട്ട് ആരാണ് സ്വാതന്ത്ര്യം നേടുന്നത്? ആർക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗായത്രി ചൊല്ലിയിട്ടാണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗായത്രി ചൊല്ലിയിട്ടൊന്നുമല്ല. പുത്രകാമേഷ് നടത്തിയിട്ടാണോ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മക്കളുണ്ടായത്? ഒന്നുമല്ല. പണ്ട് A.T. കോവൂര് ചോദിച്ചതുപോലെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചു. ആളുകൾക്ക് രോഗം വരുമ്പോൾ മൃത്യുഞ്ജയോമം ചെയ്താൽ രോഗം മാറുമെങ്കിൽ ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ. ആശുപത്രിയുടെ സ്ഥാനത്തെല്ലാം ധാരാളം മൃത്യുഞ്ജയ ഹോമ ശാലകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തിനാണ് ഈ സൈന്യങ്ങളെയൊക്കെ ഇത്രയും വലിയ ചെലവ് നടത്തി സൈന്യങ്ങളെ നമ്മുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന? ശത്രു സംഹാര ഹോമം നടത്തുക, സൈന്യത്തിന്റെ ചെലവ് മുഴുവൻ ബ്രാഹ്മണർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് നടത്തണം? മൃതസഞ്ജീവിനി ഹോമം, അതിർത്തിയിൽ മൃതസഞ്ജീവിനി ഹോമം, ശത്രു സംഹാര പൂജ, ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഇതൊക്കെ നടത്തിയാൽ പോരെ എന്ന് കോവൂര് ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം ഇവിടെയും പ്രസക്തമാണ്. 15-ാം നൂറ്റാണ്ടിൽ ചാമറായ രവിദാസ് അദ്ദേഹം ബഗുംപുര എന്ന് പറയുന്ന ഒരു സങ്കല്പം ആവിഷ്കരിക്കുന്നുണ്ട്. ബഗുംപുര എന്ന വാക്കിന്റെ അർത്ഥം വേദനയില്ലാത്ത ദുഃഖരഹിതമായ ശ്രേഷ്ഠ സ്ഥാനം എന്നാണ് ബഗുംപുര എന്ന വാക്കിന്റെ അർത്ഥം. ആ ബഗുംപുരയെ പറ്റി രവിദാസ് ഇങ്ങനെ എഴുതുന്നു: നികുതികളോ വേവലാതികളോ ഇല്ല, ഇവിടെ ആർക്കും സ്വത്തുക്കളില്ല. തിന്മയോ ആകുലതകളോ ഭീതിയോ പീഡനമോ ഇല്ല. ഓ എൻ്റെ സഹോദര, ഞാനത് സ്വന്തമാക്കാൻ വരുന്നു. സകലതും നല്ലതായ എൻ്റെ വിദൂര ഭവനം, ആ സാമ്രാജ്യത്തെ രാജ്യം സമ്പന്നവും സുരക്ഷിതവുമാണ്. ഇവിടെ ആരും രണ്ടാമതോ മൂന്നാമതോ അല്ല, എല്ലാവരും ഒന്നാണ്. അതിൻ്റെ ഭക്ഷണപാനീയങ്ങൾ പുകൾപ്പറ്റവയാണ്. അവിടെ ജീവിക്കുന്നവരും
സംതൃപ്തിയിലും സമ്പത്തിലും അധിവസിക്കുന്നു. അവർ അതും ഇതുമൊക്കെ ചെയ്യുന്നു. അവർ ഇഷ്ടമുള്ളിടത്തുകൂടി നടക്കുന്നു. അവർ പേരുകേട്ട കൊട്ടാരങ്ങളിലൂടെ നിർഭയം നടക്കുന്നു. ഓ സ്വതന്ത്രനാക്കപ്പെട്ട ചെരുപ്പൂത്തിയായ രവിദാസ് പറയുന്നു, എന്നോടൊപ്പം നടക്കുന്നവർ എൻ്റെ കൂട്ടുകാരാണ്. എന്നോടൊപ്പം നടക്കുന്നവർ എൻ്റെ കൂട്ടുകാരാണ് എന്ന് 15-ാം നൂറ്റാണ്ടിലെ രവിദാസ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്നോടൊപ്പം നടക്കുന്നവർ എൻ്റെ കൂട്ടുകാരാണ് എന്ന് രവിദാസ് പറയുന്നത്? കാരണം അന്ന് ജാതി വ്യവസ്ഥ മനുഷ്യരെ ജാതിമൂല്യ വ്യവസ്ഥകൾക്കുപരിയായി കൂട്ടുകൂടാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് രവിദാസ് പറയുന്നു, എന്നോടൊപ്പം നടക്കുന്നവർ എൻ്റെ കൂട്ടുകാരാണ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പിൽക്കാലത്തുണ്ടായ, പ്രത്യേകിച്ച് 15-16 നൂറ്റാണ്ടുകളുണ്ടായ ഭക്തിപരമായ കാവ്യങ്ങളിലും സ്തോത്രാവലികളിലുമൊക്കെ തന്നെയുള്ള സ്വർഗ നരക സങ്കല്പങ്ങൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി വർണ്ണാശ്രമത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നും വർണ്ണാശ്രമത്തെയും ജാതി വ്യവസ്ഥയും തിരസ്കരിക്കുന്നവരൊക്കെ തന്നെ നരകത്തിൽ പോകുമെന്നാണ് ഭാഗവത പുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പറയുന്നത്. അപ്പോഴാണ് രവിദാസ് പറയുന്നു, ഞങ്ങളുടെ ബഗുംപുര എന്ന് പറയുന്ന സങ്കല്പം, അവിടെ എന്തില്ല? നികുതികളില്ല, വേവലാതികളില്ല, ആർക്കും സ്വത്തുക്കളില്ല. എല്ലാവരും ഒരുപോലെ അനുഭവിക്കുകയാണ്. തിന്മയോ ആകുലതകളോ ഭീതിയോ പീഡനമോ ഇല്ല. സകലതും നല്ലതായ വിദൂരഭവനം. പിന്നീട് രവിദാസിന്റെ ഈ പാട്ടിനോട് കിടപിടിക്കുന്ന ഒരു പാട്ട് പിൽക്കാലത്ത് എഴുതുന്നത് ആരാണ്? കേരളത്തിൽ പൊയ്കയിൽ അപ്പച്ചനാണ്. എൻ്റെ പട്ടണം എന്ന് പറയുന്ന സങ്കല്പം, അമരപുരി എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ രവിദാസ് മുന്നോട്ട് വെച്ച നഗരം പിൽക്കാലത്ത് ആവിഷ്കരിക്കുന്നത് പൊയ്കയിൽ അപ്പച്ചനാണ്. അക്ഷീണ പരിശ്രമം കൊണ്ട് ഞങ്ങൾ ഒരു കെട്ടിടമുണ്ടാക്കും എന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ പാടുന്നത്. അങ്ങനെ കെട്ടിടം എന്ന് പറയുന്നൊരു സങ്കല്പം, അത് പൊതുവെ ഭക്തിപ്രസ്ഥാന കാലത്തുണ്ടായ കീർത്തനങ്ങളിലും കാവ്യങ്ങളിലും ഒക്കെ തന്നെ മനോഹരമായ ഒരു സ്വർഗസങ്കല്പങ്ങൾ, അത് പുരുഷകേന്ദ്രീകൃതമായ സ്വർഗസങ്കല്പം. കാരണം എന്താ പുരുഷകേന്ദ്രീകൃതം എന്ന് പറയാൻ കാരണം അവിടെ ചെല്ലുമ്പോൾ നല്ല സുന്ദരിമാരായ സ്ത്രീകളെ കിട്ടുമെന്ന് പറയുകയാണ്. അത് ആരോടാ പറയുന്നത്? പുരുഷന്മാരോടാ പറയുന്നത്, സ്ത്രീകളോടല്ലല്ലോ. ഒരിക്കലും പുരാണങ്ങളിലുള്ള സ്വർഗസങ്കല്പങ്ങളിൽ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ സുന്ദരന്മാരായ ആണുങ്ങളെ കാണാമെന്ന് ഒരു പുരാണത്തിൽ പോലും പറയുന്നില്ല. ഇതെല്ലാ മതങ്ങളിലെയും ഗ്രന്ഥങ്ങളുടെ കാര്യമാണ് കേട്ടോ. എല്ലാ മതങ്ങളിലും ഇങ്ങനെ. കാരണം എന്താ? സ്വർഗസങ്കല്പം തന്നെ ഉണ്ടായിരിക്കുന്നത് പുരുഷകേന്ദ്രീകൃതമായിട്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ മരിച്ചു ചെല്ലുമ്പോൾ നല്ല സുന്ദരന്മാരായ പുരുഷന്മാരെ കാണുമെന്നും ഒക്കെയുള്ള സങ്കല്പം ഉണ്ടാകുന്നില്ലല്ലോ. നേരെ തിരിച്ചാണ് ഉണ്ടാകുന്നത്. ആണുങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ അവിടെ സുന്ദരിമാരായ പെണ്ണുങ്ങളെ കിട്ടുമെന്ന. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വർണ്ണനയിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. കടന്നാൽ അശ്ലീലമായി പോകുന്നത് കാരണമാണ് അതിൻ്റെ വർണ്ണനയിലേക്ക് തൽക്കാലം കടക്കാത്തത്. എന്താണ് ഈ ബഗുംപുരയുടെ സവിശേഷത? സൂചിപ്പിച്ചതുപോലെ എല്ലാവരും തുല്യരാണ്, കൂട്ടുകാരോടൊപ്പം സ്വതന്ത്രമായി നടക്കാം. സമ്പന്നവും സുരക്ഷിതവുമായ ബഗുംപുര എന്ന് പറയുന്ന സങ്കല്പം, ഇത് ഗാന്ധിയുടെ ഗ്രാമസങ്കല്പങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ലളിതമായ ഗ്രാമസങ്കല്പങ്ങൾക്ക് പകരം സമ്പന്നവും സുരക്ഷിതവുമായ കൊട്ടാരങ്ങളും പീടികകളുമാണ് രവിദാസ് സ്വപ്നം കാണുന്നത്. കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു, ഗ്രാമം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ചെളി നിറഞ്ഞ കുണ്ടാണ്. ആ ഗ്രാമത്തിൻ്റെ ചെളിക്കുണ്ടുകളിൽ നിന്നുള്ള മോചനമാണ് ഇന്ത്യയിലെ മനുഷ്യർക്ക് വേണ്ടത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. നോക്കൂ, 15-ാം നൂറ്റാണ്ടിൽ തന്നെ രവിദാസ് ഒരു പട്ടണമാണ് സങ്കല്പിക്കുന്നത്, ഗ്രാമമല്ല. ആ ഗ്രാമം കൊണ്ട് പിന്നീട് ഗ്രാമത്തെ സ്ഥാപിക്കുന്ന ആരാണ്? ഗ്രാമത്തെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ഏകകമായി പിന്നീട് സ്ഥാപിക്കുന്ന ഗാന്ധിയാണ്. ആ ഗ്രാമസങ്കല്പം അടിസ്ഥാനപരമായി ജാതിമൂല്യ വ്യവസ്ഥകൾ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ്. ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ അതിൽ നിന്നും മുക്തമല്ല. അതുപോലെ സൗഹൃദം എന്ന മൂല്യം, ഇതിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമില്ല. രവിദാസിന്റെ പാട്ടുകളിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമില്ല. പക്ഷേ കേരളത്തിലെ ഭക്തികാവ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അപ്പോൾ ഇതിൽ നിന്നും പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ടുകളിലേക്ക് വരുമ്പോൾ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷ എന്ന് പറയുന്നൊരു സങ്കല്പം ആവിഷ്കരിക്കുന്നു. രക്ഷയുടെ പൊയ്ക പന്തി, അത് സമതയുടെ പന്തിയാന്ന് പറയുന്നു. ഇത്തരം സങ്കല്പങ്ങളുണ്ട്. അതൊന്നും തൽക്കാലം ഇവിടെ അത്ര വിശദീകരിക്കേണ്ടതില്ലാത്തതിന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. തുക്കയുടെ ഗീതികയിൽ പറയും, എൻ്റെ പ്രേമം ഉൾവിളി നേടും, എൻ്റെ ബോധം വിമോചിതമാവും, അദ്വൈത പ്രബോധനത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേൾക്കില്ല, ഞാനാണ് ബ്രഹ്മം തുടങ്ങിയ മിഥ്യകൾ തുക്ക പറയുന്നു, തടസ്സമാകരുത്. ഇതാണ് തുക്കയുടെ ഗീതികയിൽ പറയുന്നത്. എൻ്റെ പ്രേമം ഉൾവിളി നേടും, എൻ്റെ ബോധം വിമോചിതമാവും, പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല? അദ്വൈത പ്രബോധനത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേൾക്കില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നിറയെ എന്താണ്? ഈ അദ്വൈത പ്രബോധനത്തിൻ്റെ പ്രഭാഷണങ്ങൾ. വല്ല കാര്യമുണ്ടോ?
ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയും. ഈ ലോകമെല്ലാം മായയാണ് എന്ന് പറയും. പക്ഷെ കേരളത്തിലെ നമ്പൂതിരിമാർ ഈ അദ്വൈത പ്രഭാഷണം ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. കേരളത്തിലെ നമ്പൂതിരിമാർ ഈ അദ്വൈത പ്രഭാഷണം കേട്ടിരുന്നെങ്കിൽ അവരുടെ സംബന്ധം എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ലായിരുന്നു. അവരിതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ സംബന്ധവും ആചാര വ്യവഹാരങ്ങളുമായിട്ട് എന്താണ് പറയേണ്ടത്, സുഖലോലുപരായി സ്ത്രീ ശരീരങ്ങളുടെ പുറകെ പായുകയായിരുന്നു കേരളത്തിലെ നമ്പൂതിരിമാർ. എന്നിട്ട് അവർ മോക്ഷത്തെപ്പറ്റി പറയുക ഇപ്പോൾ ഭയങ്കര സാത്വികരും സംശുദ്ധരുമാണെന്ന് കേരള സമൂഹത്തിൽ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു കാലഘട്ടം പരിശോധിച്ചാൽ അങ്ങനത്തെ സംശുദ്ധിയൊന്നും അവർക്ക് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുക പറയും, കല്ലിൻ്റെ ദൈവം, കല്ലിൻ്റെ ചവിട്ടുപടികൾ, നാം ഒന്നിനെ ആരാധിക്കും, മറ്റേതിന് മേൽ നടക്കും. വികാരമാണ് സത്ത, വികാരമാണ് സത്ത. വെള്ളങ്ങൾ വ്യത്യസ്തമാണ്, അവ പരസ്പരം എതിരാണെന്നാണോ ഇതിനർത്ഥം? ഇവിടെ ഫ്യൂഡൽ നാടുവാഴിത്തത്തിന്റെ സംരക്ഷണം നൽകുന്ന ദൈവത്തിന് മുമ്പിൽ വിധേയത്വം പ്രകടിപ്പിക്കുന്ന അടിയാള മനോഭാവത്തെ തുക്ക നിരാകരിക്കുന്നു. തുക്ക പറയുന്നു, ദൈവം എനിക്ക് മരിച്ചിരിക്കുന്നു, മറ്റുള്ളവർക്ക് അവൻ എങ്ങനെയും ആയിക്കോട്ടെ, ഞാനിനി അവൻ്റെ കഥകൾ പറയുകയോ പേര് വിളിക്കുകയോ ചെയ്യില്ല. ഞങ്ങൾ അന്യോന്യം കൊന്ന് സ്ഥലം വിട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ആ വിമോചനാത്മകമായൊരു ഭക്തിയുടെ തലം നോക്കുമ്പോൾ തുക്കയുടെ ഗീതികയിൽ, കബീറിൻ്റെ ദോഹയിൽ, പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകളിലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഭക്തിപ്രസ്ഥാനം പ്രതിഫലിച്ചത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രഭാഷണത്തിൻ്റെ ഒരു ആലോചനാ വിഷയം, അതിൻ്റെ ഒരു ഭാഗം അതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേയധികം ഭക്തികീർത്തനങ്ങൾ കാണും. അതൊന്ന് എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട്, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, അതുപോലെ തന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, ഹരിനാമ കീർത്തനം, ഇതെല്ലാം ഒരു ഭക്തി പാരമ്പര്യത്തിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. എഴുത്തച്ഛൻ ഭക്തിയുക്തനായി പാടുന്നത് എന്താണ്? ബാലകാണ്ഡത്തിൽ തന്നെ പറയും, കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് തേജസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കെല്ലാം കാരണഭൂതന്മാരാകുന്ന ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാംസു സഞ്ചയം, ചരണമാകുന്ന അംബുജം, കാലാകുന്ന താമര, കാൽത്താമര, ആ കാൽത്താമരയിലെ പൊടി, പാംസു സഞ്ചയം, പാംസു എന്ന് പറഞ്ഞ പൊടി, സഞ്ചയം കൂട്ടം, പാംസു സഞ്ചയം പൊടിയുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടക്കോളി, ചെളി എന്നർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞ. ഈ ബ്രാഹ്മണരുടെ കാലിലെ ചെളി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്നാണ് എഴുത്തച്ഛൻ പാടുന്നത്. എഴുത്തച്ഛൻ പാടുന്ന ഈ പാട്ട് മലയാളി കർക്കിടക മാസം എന്നറിയപ്പെടുന്ന രാമായണ മാസത്തിൽ 31 ദിവസവും വലിയ വില കൂടിയ എള്ളെണ്ണ മേടിച്ചുകൊണ്ട് വന്ന്, വീട്ടിൽ പട്ടിണിയാണെങ്കിലും കൊള്ള എള്ളെണ്ണ മേടിച്ചുകൊണ്ട് വന്ന് വിളക്കിൽ ഒഴിച്ചു വെച്ച് പാട്ട് പാടുക. എന്താ പാടുന്നത്? ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. നോക്കൂ, ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായൊരു പുസ്തകം വേറെ ഇല്ല. ഭരണഘടനാ വിരുദ്ധമായ പുസ്തകങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഈ ഭക്തി സ്തോത്ര കാവ്യങ്ങളെല്ലാം നമുക്കിങ്ങനെ നിരത്തി അങ്ങോട്ട് വെക്കേണ്ടി വരും. അത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ ആഖ്യാന ശൈലിയും ഭാഷാ പ്രയോഗവുമാണ് നമ്മളതിൽ കാണുക. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടു. നീ ഭൂമിയിൽ ഒരു ബ്രാഹ്മണനായിട്ടോ ദ്വിജനായിട്ടോ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ 3 ജാതിക്കാരാണ് ദ്വിജർ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അങ്ങനെ 3 പേരുടെ ആയിട്ട് ജനിച്ചാൽ, 3 പേരുടെ കൂട്ടത്തിൽ ജനിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാം? എന്നെ പൂജിക്കാം. അതായത് രാമനെ പൂജിക്കാൻ അവകാശം കിട്ടുന്ന എപ്പോൾ മാത്രമാണ്? ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ട് മാത്രം ജനിച്ചാൽ മാത്രമേ രാമനെ പൂജിക്കാൻ അധികാരമുള്ളൂ എന്നാണ് എഴുത്തച്ഛൻ്റെ രാമൻ പാടുന്നത്. നോക്കൂ, ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി ഭേദങ്ങളെ മറികടന്നത് കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഒരു സുസ്ഥിര ജനാധിപത്യമായി ഇത്രയും കാലം നിലനിന്നത്. നമുക്കൊക്കെ അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആ സമത്വ സങ്കല്പങ്ങളെയാണ് എന്ത് വെല്ലുവിളിക്കുന്നത്? എഴുത്തച്ഛൻ്റെ രാമായണ കാവ്യം വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ശ്രീ മഹാഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്ന
ഒരു കീർത്തനം. അതിൽ പറയും, യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും എന്ന് പറയും. കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നത്, ആർത്തിവിനാശന സേവകൾ ഇങ്ങനെ എന്ന് ഭാഗവതത്തിലും പറയും. തുടർന്നുള്ള വരികൾ ശ്രദ്ധിക്കണം. ദേഹങ്ങളിൽ കലിദോഷാക്ഷയം വേഗം, ദേഹമേറ്റം കൃശമായി ഭവിച്ചിടും, മോഹങ്ങൾ എത്രയും മേലെ വസിക്കയും, വർണ്ണാശ്രമാചാരമൊക്കെയും നഷ്ടമാം, സന്മാർഗവേദങ്ങൾ പാഷണ്ഡികളാലെ വാദിച്ചു നാസ്തിയായി പാഷണ്ഡരായി വരും, വേദിയന്മാർക്ക് വർണ്ണാചാരവുമില്ല, വർണ്ണങ്ങളെല്ലാമേ ശൂദ്ര സമമാകും. കലിയുഗത്തിന്റെ പ്രത്യേകത വർണ്ണിക്കുകയാണ്. എന്താണ് കലിയുഗത്തിന്റെ പ്രത്യേകത? ദേഹങ്ങളിൽ കലിദോഷാൽ ക്ഷയം വേഗം. കലിദോഷം കൊണ്ട് ആളുകളുടെ ശരീരമെല്ലാം ക്ഷയിക്കും. ഷുഗർ വരുമെന്നായിരിക്കും പറയുന്നത്. ഇപ്പം അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ. പൊതുവെ പറയുന്നത് പോലെ എന്തെങ്കിലും ശാസ്ത്രീയ കണ്ടുപിടുത്തം വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഉണ്ടെന്ന് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം കണ്ടുപിടുത്തം നടക്കണം. എന്നാലേ നമുക്ക് ഇതിഹാസത്തിൽ അതുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വ്യാഖ്യാനിക്കണ്ടേ? അപ്പോൾ കണ്ടുപിടുത്തം ആദ്യം നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കണ്ടുപിടുത്തം ഇതിഹാസത്തിലുണ്ടെന്ന് പറയാൻ കഴിയും. വർണ്ണാശ്രമാചാരമൊക്കെയും നഷ്ടമാ. കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്? വർണ്ണാശ്രമാചാരങ്ങൾ നഷ്ടമാകും. അതാണ് ഇത്രയും വേദനയോ വിഷമം സഹിക്കാൻ വയ്യ എഴുത്തുകാരന്. ജാതി വ്യവസ്ഥ തകരും. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. ജാതി വ്യവസ്ഥ ഇല്ലാതാകും. സന്മാർഗ വേദങ്ങൾ പാഷണ്ഡികളാലെ വാദിച്ച് നാസ്തിയായി പാഷണ്ഡരായി വരും. സന്മാർഗം ഉപദേശിക്കുന്ന വേദങ്ങൾ മഹാമോശങ്ങളാണെന്ന് നാസ്തികന്മാർ പറയും. അങ്ങനെ ഇങ്ങനെ ആളുകളുടെ എണ്ണം, നാസ്തികന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. വേദിയന്മാർക്ക് വർണ്ണാചാരവുമില്ല. വേദങ്ങൾ ഉപദേശിച്ച് കൊണ്ടു നടക്കുന്നവരാരും വർണ്ണാശ്രമാചാര മര്യാദകൾ പാലിക്കുകയുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചരിത്ര പണ്ഡിതനായ R.S. ശർമ്മ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, എന്തുകൊണ്ടാണ് കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം ബ്രാഹ്മണർക്കിടയിൽ ഒരു ആദിയായി വികസിച്ചു വന്നത്? ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. പുരാണങ്ങളുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ആഴത്തിൽ ഈ ഭാഗം പരിശോധിക്കുന്നുണ്ട്. കാരണം ബ്രാഹ്മണർ ആര്യാവർത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ശകന്മാർ വരുന്നു. മറ്റ് വ്യത്യസ്ത വംശത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ധാരാളം സങ്കീർണമായ കലരുകൾ ഉണ്ടാകുന്നു. ബ്രാഹ്മണർ കൊണ്ടു നടന്ന വർണ്ണാശ്രമ ആചാര മര്യാദകൾക്ക് കോട്ടം തട്ടുകയും മനുസ്മൃതിയുടെയും മറ്റു സ്മൃതി ഗ്രന്ഥങ്ങളുടെയും ആചാര വ്യവഹാരങ്ങൾക്ക് കോട്ടം തട്ടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ബ്രാഹ്മണർ കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കുന്നത് എന്ന് ചരിത്ര പണ്ഡിതനായ R.S. ശർമ്മ വിശദീകരിക്കുന്നുണ്ട്. ആ സങ്കല്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്, ഈ കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം. അപ്പൊ കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി ബ്രാഹ്മണർ ഉണ്ടാക്കിയത് എപ്പോഴാണ്? അത് ജാതി വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടിയപ്പോൾ ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി മനുഷ്യരെ പേടിപ്പിക്കാനും അവരെ പേടിപ്പിച്ച് വർണ്ണാശ്രമാചാര ധർമ്മങ്ങളിൽ നിലനിർത്തുന്നതിന് വേണ്ടിയും ബ്രാഹ്മണരുണ്ടാക്കിയ സങ്കല്പമാണ് എന്ത്? കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം. തന്നെ ഒരു ഭാഗവത കീർത്തനത്തിൽ കാണാം. ഈ ഭാഗവത സപ്താഹയജ്ഞ വളരെയധികം വേഗത്തിൽ പ്രചരിച്ചതോടുകൂടി ഭാഗവത കീർത്തനങ്ങൾ വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഭാഗവത കീർത്തനത്തിൽ പറയും, കൂബേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്ന ജനാനാം, ആപദ്ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ. കൂവേ വീണുഴലുന്നത് പോലെ, വലിയ കുഴിയിൽ വീണ് ആളുകൾ ഉഴലുന്നത് പോലെ ഗേഹേ വാണുഴലുന്നു ജനാനം. വീട്ടിൽ കഴിഞ്ഞ ആളുകൾ കിണറ്റിൽ കഴിയുന്നത് പോലെ ആളുകൾ വീട്ടിൽ കഴിയുകയാണ്. ആപദ്ഗണം അകലേണ്ടെങ്കിൽ എന്ത് വേണം? മുനിജന വാക്കുകൾ പറയാം. മുനിമാര് പറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ടാകും. ഒരു മുനി പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ പറയാം. യമയമി സംവാദം ഋഗ്വേദത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ മനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന യമീൻ ഒറ്റയ്ക്കിരുന്ന യമനോട്, രണ്ടുപേരും സഹോദരനും സഹോദരിയുമാണ്. യമനോട് യമി പറയുകയാണ്, നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമീ മണൽ തുരുത്തിൽ ആമോദമുൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപഴുമീ ഞാൻ ക്ഷണിച്ചിടുന്നു.
യമനോട് പറയാണ്, ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്, എൻ്റെ കൂടെ കാമലീലോത്സവം ആസ്വദിക്കാൻ നീ വരുമോ യമ? വരികൾ ശ്രദ്ധിക്കുക. ആപദ്ഗണമകലേണ്ടുകൾ മുനിജന വാക്കുകൾ പറയാം. ആപത്തകലാൻ എന്ത് പറയണമെന്നാണ്? മുനിജന വാക്കുകൾ പറയാം. യമേമി സംവാദം മുനിജന വാക്കുകൾ ആയിട്ട് സ്വീകരിച്ച് നമ്മൾ പാട്ട് പാടിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ഞാൻ അതിൻ്റെ ബാക്കി കണ്ടന്റുകളിലേക്ക് കടക്കുന്നില്ല. പ്രാപഞ്ചിക ജീവിതം കിണറ്റിലെ ജീവിതം പോലെ സങ്കുചിതവും അന്ധവുമാണ് എന്നും അങ്ങനെ ജീവിക്കുന്നവർക്ക് ഋഷിമാരുടെ ആധ്യാത്മിക ഉപദേശങ്ങളെ അസുഖങ്ങൾക്ക് പ്രതിവിധിയാകുകയുള്ളൂ എന്ന് പറയുന്ന ഭാഗവത കീർത്തനകാരൻ ഭൗതിക ജീവിതാസ്പദങ്ങളെ നിരാകരിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തിന് മുകളിൽ മറ്റൊരു ലോകമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക ജീവിതങ്ങളുടെ ആ ജീവിതത്തിനായിട്ട് പരിശ്രമിക്കുന്ന സമൂഹങ്ങളെ അതിൽ നിന്ന് തടയുന്ന ഒരു വ്യവസ്ഥാക്രമം യഥാർത്ഥത്തിൽ ഭാഗവത കീർത്തനകാരൻ സൃഷ്ടിക്കുന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായിട്ട് ആർക്കാണ് കുഴപ്പമായിട്ട് വരിക? ഇന്ത്യയിലെ കീഴാള ബഹുജന മനുഷ്യർക്ക് മാത്രമാണ്. ഭാഗവതത്തിൽ പറയും, ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപൻ നിക്രിയ, അപ്പോഴേ താൻ പിഴച്ചെന്നു തദ്ബാലകൻ തൽപുരം ബുക്കുപോൽ കൃഷ്ണരാമാഹരെ. ഇത് ഉച്ചയ്ക്ക് ഈ ഭാഗവത കീർത്തനം, ഭാഗവത പാരായണം നിർത്തുന്നതിന് മുമ്പ് ചൊല്ലുന്ന കീർത്തനമാണ്. ഇപ്പൊ പരീക്ഷത്തിന് സംസാര സുഖാസക്തി കടാനുള്ള ഒരേ ഒരു മാർഗമായി ഇവിടെ മുനിശാപത്തെ വ്യാഖ്യാനിക്കുകയാണ് ഭാഗവത കീർത്തനകാരൻ. ശാപത്തിനും ബ്രാഹ്മണരുടെ ശാപത്തിന് അങ്ങനെ വലിയ ഒരു മഹത്വം ഉണ്ടെന്നാണ് ഇവിടെ ഭാഗവത കീർത്തനകാരൻ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. ഭാഗവത കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം, ഇന്നു ഞാൻ നിന്ദ്യനാകാനഹോ കാരണം ശാപശക്തി ബദാ കൃഷ്ണരാമാഹരെ. ശാപത്തിനൊരു പരിഹാരവും ഇല്ല. പരീക്ഷത്തിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. പരീക്ഷത്ത് എന്ന് പറയുന്ന രാജാവ് ഒരിക്കൽ നായാട്ടിനായിട്ട് പോയ പരീക്ഷത്ത് ഭയങ്കര ദാഹം കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആശ്രമത്തിൽ കയറി ചെന്നു. ആശ്രമത്തിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹം, മഹർഷി ഭയങ്കര തപസ്സില, ധ്യാന നിലീനനായിട്ട് അങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തെ എത്ര വിളിച്ചിട്ടും അദ്ദേഹം ഉണരുന്നില്ല. പരീക്ഷത്തിന് ദേഷ്യം വന്നു. പരീക്ഷത്ത് ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഈ മഹർഷിയുടെ കഴുത്തിലേക്ക് ഇട്ടു. മഹർഷിയുടെ പുത്രൻ വരുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന രംഗം എന്താണ്? ചത്ത പാമ്പുമായിട്ട് തൻ്റെ പിതാവ് ഇരിക്കുന്ന രംഗമാണ് പുത്രൻ കാണുന്നത്. പുത്രന് ദേഷ്യം വന്നു. അദ്ദേഹം ശപിച്ചു, ഈ പ്രവൃത്തി ചെയ്തവൻ ആരായാലും ഇന്നേ 7-ാമത്തെ ദിവസം തക്ഷകൻ എന്ന പാമ്പ് കടിച്ച് അയാൾ മരിക്കാൻ ഇടയാകട്ടെ എന്ന് മുനികുമാരൻ പരീക്ഷത്തിനെ ശപിച്ചു. അത് പരീക്ഷത്താണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഈ ശാപവൃത്താന്തം അറിയുന്നു മുനി. കണ്ണു തുറന്നു നോക്കുമ്പോൾ അറിയുന്നു. പുത്രനെ ശകാരിച്ചു, നീ ഇങ്ങനെ മുനിമാരാരെയും ശപിക്കാനൊന്നും പാടില്ല, നീ ചെയ്തത് തെറ്റായിപ്പോയി, എന്തായാലും ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഈ വാർത്ത അറിഞ്ഞ പരീക്ഷത്ത് ഒരു ജലാശയത്തിൻ്റെ മധ്യത്തിൽ പാമ്പുകളോ മറ്റ് കീടങ്ങളോ കടക്കാത്ത രീതിയിൽ ഒരു തൂണില് കൂടാരം ഉണ്ടാക്കി അവിടെ താമസിച്ചു. അങ്ങനെ ശുഗമഹർഷിയിൽ നിന്ന് 7 ദിവസവും ഭാഗവതം കേട്ടുകൊണ്ട് 7 ദിവസവും ശുഗമഹാമുനിയിൽ നിന്ന് കേട്ടുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ഈ ജലാശയത്തിന് നടക്ക് കഴിയുക. അങ്ങനെ ഇരിക്കെ 7-ാമത്തെ ദിവസം അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്ന് ആപ്പിൾ കൊടുത്തു വിടുക, ഒരു ഫലം കൊടുത്തു വിടുകയാണ്. ആ ഫലം അങ്ങനെ മുറിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്നൊരു പുഴു പുറത്തു വന്നു. ആ പുഴു തക്ഷകനായി മാറി മഹാരാജാവിനെ കടിച്ചു കൊന്നു എന്നതാണ് കഥ. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശാപത്തെ തടയുവാൻ കഴിയില്ല. ഇതാണ് കഥ കൊടുക്കുന്ന സന്ദേശം. പറഞ്ഞു വരുന്നത്, ഈ 7 ദിവസം ഇരുന്ന് ഈ ഭാഗവത പാരായണമാണല്ലോ, അമ്പലങ്ങളിലെല്ലാം ഈ പാരായണമാണ്. നമ്മൾ വിചാരിക്കുന്നത് വിമോചനാത്മകമായ എന്തെങ്കിലും ആശയങ്ങൾ കടത്തിവിടുന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, സമത്വ വിരുദ്ധമായ, മനുഷ്യരെ പേടിപ്പിക്കുകയും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അമ്മുമ്മ കഥകളാണ് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞ കഥ. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. കഥകൾ മുഴുവൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള കഥകളാണ്. ഇതിൽ മുഴുവൻ നമ്മൾ ഭക്തി കീർത്തനം എന്ന് പറയുന്ന സാഹിത്യത്തിൽ കാണുക. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, നേരം വെളുത്ത് 5 മണിക്ക് വീടിനടുത്ത് അമ്പലം ഉണ്ടെങ്കിൽ കേൾക്കാം. എന്ത് കേൾക്കാം? ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. കണ്ണു തുറന്നു വരുന്ന 5 മണിക്ക് കണ്ണു തുറന്നു വരുമ്പോൾ കേൾക്കുന്ന ഇതാ, ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
അതും രണ്ടു വരിയും കൂടെ അറ്റത്തുള്ളത് കൊണ്ട് മറ്റേ നമുക്ക് സുഖമായിട്ട് തോന്നുന്ന സത്യത്തിൽ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം വളരെ ഈ ഭക്തി കീർത്തനത്തിൽ ചാലിച്ചു വരുന്നത് മുഴുവൻ എന്താണ്? നല്ല ഒന്നാന്തരം വിഷമാണ്. അത് കുടിച്ചാൽ അപ്പോഴേ നമ്മൾ സാഹോദര്യം ഇല്ലാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറും. അപ്പോൾ ചണ്ഡകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പാപം ചെയ്യുന്നവരാണ് ആരായിട്ട് ജനിക്കുന്നത്? ചണ്ടാളന്മാരായിട്ട് ജനിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ ദളിതരായിട്ടോ ആദിവാസികളായിട്ടോ അവർണരായിട്ടോ ജനിക്കുന്നവർ അങ്ങനെ ജനിക്കാൻ കാരണം എന്താണ്? അവർ മുജ്ജന്മത്തിൽ പാപം ചെയ്തതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ കീഴാള സമുദായങ്ങളിൽ ജനിക്കാൻ കാരണമെന്ന സിദ്ധാന്തമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? പൂന്താനം മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിലൂടെ സാമൂഹ്യ അസമത്വത്തിന് ന്യായീകരണം ചമയ്ക്കുകയാണ് ആര്? പൂന്താനം എന്നുള്ളതാണ് ജ്ഞാനപ്പാനയിലൂടെ തെളിഞ്ഞു കിട്ടുന്നത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം കുറേയധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് തന്നെ പറയാനുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സ്തുതികളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ വളരെ ആഴത്തിൽ വേരോട്ടമുള്ള ഒന്നാണല്ലോ ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമ ജപയജ്ഞം തന്നെ കേരളത്തിൽ വളരെ കാര്യമായിട്ട് നടന്നു വരുന്നുണ്ട്. ഈ ലളിതാ സഹസ്രനാമത്തിലെ ഒരു വരിയിൽ എന്താണ് പറയുന്നത്? വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി. വിപ്രപ്രിയ ആരാണ്? വിപ്രൻ. വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. വിപ്രപ്രിയ, ബ്രാഹ്മണനോട് പ്രിയമുള്ളവൾ ആര്? ലളിത. നമ്മുടെ അടുത്ത വീട്ടിൽ ലളിതയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ലളിത ത്രിപുരസുന്ദരി. വിപ്രപ്രിയ, വിപ്രരൂപ, ബ്രാഹ്മണന്റെ രൂപമാർന്നവൾ. അപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്നിരുന്ന് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആള് ഒരു ബ്രാഹ്മണനെ കാണുമ്പോൾ എത്തിച്ചേർന്ന നിഗമനം എന്തായിരിക്കും? ഈ വരുന്ന ബ്രാഹ്മണൻ ലളിതയുടെ പ്രത്യക്ഷ രൂപം തന്നെ. കാരണം ലളിതാ സഹസ്രനാമത്തിൽ എന്ത് പറയുന്നു? വിപ്രരൂപ. അപ്പം ബ്രാഹ്മണ്യ അടിമത്തം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തത് ഈ കീർത്തനങ്ങളിലൂടെയും സ്തോത്രങ്ങളിലൂടെയുമാണ് എന്നർത്ഥം. അതിന് ബലപ്രയോഗം മാത്രമൊന്നുമല്ല, ബലപ്രയോഗം ഒരു വഴിക്ക് മാത്രം. പക്ഷെ ബലപ്രയോഗത്തെക്കാൾ ഉപരിയായിട്ട് ഈ ബ്രാഹ്മണ്യ ദാസ്യവും ബ്രാഹ്മണ്യ അടിമത്വം നമ്മളെ കൊണ്ട് തന്നെ ചൊല്ലിച്ച് നമ്മളെ കൊണ്ട് തന്നെ സ്വീകരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ രാമനാമ ജപം. രാമരാമ പാഹിമാം മുകുന്ദരാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ. നിലവിളക്ക് കത്തിക്കുന്നുണ്ട്, നല്ല തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇരുന്ന് പാട്ട് പാടുന്നത് എന്താണ്? ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ, ബ്രാഹ്മണർക്ക് ഭൂമി നൽകുവാൻ വന്ന പരശുരാമൻ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് സന്ധ്യക്കിരുന്ന് കേരളത്തിലെ കീഴാള ബഹുജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യം! അവർക്കങ്ങനെ ഭൂമി കിട്ടിയെന്ന് അവരാലോചിക്കണ്ടേ? അത് വലിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാ. ഭാർഗവൻ വന്നത് എന്തിനു വേണ്ടിയാ? ഭാർഗവൻ വന്നത് കേരളത്തിലെ ഈഴവർക്കോ പുലയർക്കോ പറയർക്കോ ഭൂമി കൊടുക്കാനാണോ? അല്ലല്ലോ, അദ്ദേഹം വന്നത് ബ്രാഹ്മണർക്ക് ഭൂമി ഉണ്ടാക്കാനാ. എന്ന് വെച്ചാൽ ഈ ഒരു സമൂർത്തമായ സാഹചര്യം വെളിപ്പെടുത്തുന്നത് എന്താണ്? ഈ സാഹചര്യം വെളിപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചു വരുന്ന സുഖലോലുപതകൾ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്ന സമത്വം, സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ നിരാകരിക്കുന്ന ഒരു ലോകബോധം സൃഷ്ടിക്കുകയാണ് ഈ നാമസങ്കീർത്തനങ്ങളിലൂടെ. എന്നിട്ട് നമ്മൾ തന്നെ നമുക്കെതിരായ ഒരു ബോധത്തെ നമ്മൾ സ്വാംശീകരിക്കുക. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന പരശുരാമനെ നാം ആരാധിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ബഹുജനങ്ങൾ തീരുമാനിക്കണ്ടേ? അതാണല്ലേ അതിൻ്റെ രാഷ്ട്രീയം. നോക്കൂ, നാട്യശാസ്ത്രത്തില് നാന്തി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നാന്തിയിൽ ദേവന്മാരെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. എന്ത് സ്തുതിയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. നാട്യശാസ്ത്രത്തിൽ 5-ാം അധ്യായം 91 ശ്ലോകഭാഗങ്ങളിൽ ഇങ്ങനെ കാണാം: നമോസ്തു സർവദേവേഭ്യോ ദ്വിജാദിഭ്യ ശുഭം ദദാ ജിതം സോമേന വൈരാജ്ഞ ശിവം ഗോബ്രാഹ്മണായ ച ബ്രഹ്മോത്തരം തദൈവാസ്തു ഹദാ ബ്രഹ്മദിശസ്തദാ പ്രശാസ്തി മാം മഹാരാജ പൃഥിവീം ച സസാഗരം രാഷ്ട്രം പ്രവർദ്ധതാം ചൈവ രംഗസ്യാശ സമൃദ്ധ്യതോ പ്രേക്ഷാകർത്തുർമഹാൻ ധർമ്മോ ഭവതു ബ്രഹ്മഭാവിത. നമോസ്തു സർവദേവേഭ്യോ, സർവദേവന്മാർക്കും നമസ്കാരം. തൊട്ടടുത്ത വരി:
ദ്വിജാതിഭ്യഃ ശുഭം തദ. ദ്വിജാതികൾക്ക് ശുഭം വരട്ടെ. ആരാണ് ദ്വിജാതികൾ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ഈ 3 ജാതികൾക്കും സുഖം വരട്ടെ. നമ്മൾ ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചോ, ശൂദ്രർക്കോ ശൂദ്രർക്ക് താഴെയുള്ള ആർക്കെങ്കിലും സുഖം വരുവാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥന പോലും നമ്മൾ ഏതിൽ കാണില്ല? ഈ പുരാണങ്ങളിൽ കാണില്ല. ദ്വിജാതിഭ്യ ശുഭം തദ, ദ്വിജാതികൾക്ക് ശുഭം വരട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് നാടകം ആരംഭിക്കേണ്ടതെന്നാണ് നാട്യശാസ്ത്രം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്യശാസ്ത്രം ഇന്ത്യയുടെ അഭിമാന ടെസ്റ്റാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ അഭിമാന ക്ഷതമെന്ന് വേണം പറയാൻ. ഇതെങ്ങനെയാണ്? ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രം സുഖം വരണമെന്ന് പറയുന്നൊരു പുസ്തകം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും നിരാകരിക്കുന്നൊരു പുസ്തകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അടിസ്ഥാനപരമായി ഈ ഭക്തി എന്ന് പറയുന്നത്, ആ ഭക്തി സാഹിത്യം അടിസ്ഥാനപരമായി നമ്മൾ സമഗ്രമായി പരിശോധിച്ച് കഴിയുമ്പോൾ അതിലെ വരികൾ, അതിലെ ആഖ്യാന ശൈലി, അതിലെ കഥകൾ ഒക്കെ തന്നെ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്? അത് സമത്വവിരുദ്ധമായ, സാഹോദര്യ വിരുദ്ധമായ ഒരു ലോകബോധത്തെ സൃഷ്ടിക്കുകയും അത് ബ്രാഹ്മണ്യാധിഷ്ഠിതമായ ഒരു ചൂഷണ വ്യവസ്ഥയെ ഉറപ്പിക്കുന്ന ഒന്നായിട്ട് ഇത് മാറിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ദാനം എന്ന് പറയുന്ന സങ്കല്പം, ദാനം എന്ന് പറയുന്ന സങ്കല്പം ഭക്തിയുമായി ബന്ധപ്പെട്ടാണ് ഇത് ചേർന്നുണ്ടായി വന്നിട്ടുള്ളത്. ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം കൊടുക്കാവൂ, ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താൽ എല്ലാ ദോഷങ്ങളും പരിഹരിക്കപ്പെടുമെന്നൊരു പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കേന്ദ്രം എവിടെയാണ്? ഈ ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ വായിച്ച് ഈ ലോകബോധത്തിലേക്ക് മനുഷ്യർ ക്രമേണ എത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതാണ്ട് 1930-കളിൽ 34 ഏപ്രിൽ 21 ഒരു ടെമ്പിൾ എൻട്രി കമ്മിറ്റി റിപ്പോർട്ട് തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അതിൽ അധ്യക്ഷനായിരുന്നു, അതിൽ അംഗമായിരുന്നു. അദ്ദേഹം വലിയ വിപ്ലവകാരിയാണെന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ വലിയ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹമാണ് ദളിതർക്കും ഈഴവർക്കുമൊക്കെ വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രയത്നിച്ചത് എന്നൊക്കെ വാദിക്കാറുണ്ട്. വിദ്യാഭ്യാസം നൽകുന്നത് കാര്യത്തിൽ പ്രവർത്തിച്ചതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്തായിരുന്നു പുന്നശ്ശേരിയുടെ ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച അഭിപ്രായം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പരിശോധിക്കുന്നത് വെച്ചാൽ, ഇന്ന് ക്ഷേത്ര സങ്കല്പങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനൊരു നില സംജാതമായത് വലിയ പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ആരും രാമനാമം ജപിച്ചിട്ട് ഉണ്ടായതാണോ ക്ഷേത്രപ്രവേശനം വളരെ നിസ്സാരമായി സാധിച്ച ഒന്നാണോ? അല്ല. പുന്നശ്ശേരിയെ പോലെയുള്ളൊരു ബ്രാഹ്മണൻ എന്താണ് എഴുതി കൂട്ടിയത്? അദ്ദേഹം പറയുന്നുണ്ട്, 34 ടെമ്പിൾ എൻട്രി ഡോക്യുമെൻ്റാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. നതൈഹി സമയമന്വിച്ചേൽ പുരുഷോ ധർമ്മമാചരൻ എന്ന വചനം കൊണ്ട് വർണ്ണാശ്രമ ധർമാനുഷ്ഠാനമുള്ളവർ ചണ്ടാലാദികളോടുകൂടി ഒരുമിച്ച് സംവ്യവഹാരം ചെയ്തു കൂടെന്ന് രാമായണം ബാലകാണ്ഡത്തിൽ പറയുന്നു എന്നാ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പറയുന്നത്. അതായത് അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഏതാണ്? രാമായണം ബാലകാണ്ഡമാണ് ഉദ്ധരിക്കുന്നത്. ബ്രാഹ്മണാവാ മഹാത്മാനോ ഭുക്ത്വാ ചണ്ടാല ഭോജനം കഥം സ്വർഗം ഗമിഷ്യന്തി വിശ്വാമിത്രേണ പാലിത. ത്രിശങ്കുവിൻ്റെ യാഗത്തിന് വരാൻ വിശ്വാമിത്രൻ വസിഷ്ഠപുത്രന്മാരെ ക്ഷണിച്ചപ്പോൾ അവർ പറയുന്ന ഈ വാക്യം കൊണ്ട് യോഗ്യന്മാരായ ബ്രാഹ്മണരും ചണ്ടാലനും ഭക്ഷിച്ചാൽ വിശ്വാമിത്രൻ വിചാരിച്ചാൽ കൂടി അവരെ സ്വർഗഗമനത്തിന് അർഹന്മാരാക്കി തീർക്കാൻ സാധിക്കുന്നതല്ലെന്നും സിദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഉദ്ധരിക്കുന്നത്? രാമായണം ബാലകാണ്ഡം ഉദ്ധരിക്കുന്നത്. ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായവനാണ് ചണ്ടാളൻ. ഇരുമ്പ്, ഈയം ഇതുകൊണ്ടുള്ള ആഭരണം ധരിച്ചും കഴുത്തിൽ ചർമ്മം കൊണ്ടുള്ള സാധനം കെട്ടിയും കക്ഷത്തിൽ ജല്ലരി എന്ന കൊട്ടാനുള്ള തുടി ധരിച്ചും തെണ്ടി നടന്നും യാതൊരു വിഹിതകർമ്മങ്ങളും ചെയ്യാതെയും രാവിലെ ഗ്രാമത്തിലും മറ്റും ചെന്ന് തോട്ടിപ്രവർത്തി നടത്തിയും ഗ്രാമത്തിൽ നിന്ന് പുറത്ത് ചണ്ടാള വീതിയിൽ പാർക്കുന്നു എന്നും പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പറഞ്ഞു വെക്കുന്നു. ശൂദ്രന് പൂജാധികാരമില്ല
എന്നുകൂടി അദ്ദേഹം വിഷ്ണു സംഹിത കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ദീക്ഷിതോപിന ശൂദ്രസ്തു പടേശ്ച ശൃണുയാത്തതാ ഗുരുദത്തം ജപേന്മന്ത്രമർച്ചയ സ്തണ്ടിലേ ച സഹ വ്യാഖ്യാസ്ഥാപിത ദേവാർച്ച ഹോമേശ്വസ്യന കർത്തൃത എന്ന് പറയുന്നു. ശൂദ്രൻ ദീക്ഷ സ്വീകരിച്ചാലും പൂജയ്ക്കുള്ള മന്ത്രം ഗുരുവിൽ നിന്ന് വാങ്ങി താൻ ചൊല്ലുകയോ മറ്റൊരാൾ ചൊല്ലുന്നതിനെ കേൾക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പുനശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ. ആരാണ് ചണ്ടാളൻ എന്നും പുനശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ വ്യക്തമാക്കുന്നുണ്ട്. പുനശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ പറയുന്നു, ചണ്ടാളന്മാർ, മുഖ്യന്മാർ, മധ്യമന്മാർ, ഹീനന്മാർ എന്നിങ്ങനെ 3 വിധമുണ്ട്. അപ്പൊ ചണ്ടാളന്മാരെ തന്നെ 3 വിധത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഈഴവർ, ആശാരി മുതലായ ശില്പികൾ ഇവർ മുഖ്യന്മാർ. ഇവരെല്ലാം മുഖ്യ ചണ്ടാളന്മാരാ. ഇപ്പൊ കേരളത്തിലെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈഴവരൊന്നും ചണ്ടാളന്മാരല്ലെന്ന്. ആ ധാരണ മാറ്റിക്കൂ. വളരെ കൃത്യമായിട്ട് പുന്നശ്ശേരി പറഞ്ഞിട്ടുണ്ട്, ഈഴവരും ആശാരിയൊക്കെ ആരാണ്? നല്ല ഒന്നാന്തരം ചണ്ടാളന്മാരാണെന്ന്. മുഖ്യ ചണ്ടാളൻ, വേടൻ, പുലയൻ, പറയൻ മുതലായവർ ഹീന ചണ്ടാളന്മാർ. നോക്കൂ, ചണ്ടാളന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഹീനന്മാർ. അതിൽ തന്നെ 3 തരംതിരിവ്. അതിൽ ഏറ്റവും മുഖ്യ ചണ്ടാളന്മാർ ഈഴവര്, അധമ ചണ്ടാളർ പുലയരും പറയരും. ഇങ്ങനെയാണ് പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആരാണ്? അദ്ദേഹം വലിയ വിപ്ലവകാരിയാണ് കേട്ടോ. കേരളത്തിലെ വലിയ വിപ്ലവകാരിയാണെന്ന് തീസീസ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ഇദ്ദേഹത്തെ വിപ്ലവകാരിയാക്കുന്നവരൊക്കെ ഈ ടെമ്പിളിൻ്റെ ഡോക്യുമെന്റിൽ എന്താണ് പുന്നശ്ശേരി എഴുതി വച്ചിരിക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കണം. 50-ലധികം പേജുകളിലാണ് ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം, അവർണർക്ക് ക്ഷേത്രപ്രവേശനം പാടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വേദം, ഇതിഹാസം, പുരാണ, ഉപനിഷത്ത് ഇതെല്ലാം കോട്ട് ചെയ്തിട്ടാണ് പുന്നശ്ശേരി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്കെല്ലാം ഇതിഹാസം വിപ്ലവം, രാമായണ വിപ്ലവം, മഹാഭാരത വിപ്ലവം, രാമൻ വിപ്ലവകാരി, കൃഷ്ണൻ വിപ്ലവകാരി, എല്ലാം വിപ്ലവകാരികളാണ്. 916 വിപ്ലവകാരികളാണ്. പുന്നശ്ശേരിക്ക് സംശയമില്ല, ഇവരെല്ലാം ബ്രാഹ്മണ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക. തന്ത്രഗ്രന്ഥങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് കുഴിക്കാട്ടുപച്ച മുതലായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കുഴിക്കാട്ടുപച്ച മാത്രം ഒന്ന് ഉദ്ധരിക്കാം. കുഴിക്കാട്ടുപച്ചയിലെ 10-ാം മണ്ഡലത്തിൽ പറയും, മതിൽക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും, പറയൻ, പുലയൻ, മണ്ണാൻ, കാടർ, വേലൻ, പാണൻ, കണിയാൻ, വാളൻ, ചേകോൻ, അരയൻ ഇങ്ങനെ തീണ്ടലുള്ള ജാതികൾ കയറിയാൽ അശുദ്ധിയുണ്ട്. പുറത്തെ ബലിവട്ടത്തിനകത്ത് ആശാരി, കല്ലൻ, കൊല്ലൻ, മൂശാരി ഇവർ കയറിയാലും അശുദ്ധിയുണ്ട്. വിളക്കുമാടത്തിനകത്ത് വെളുത്തേടരും ക്ഷൗരക്കാരും കയറിയാൽ അശുദ്ധി. നാലമ്പലത്തിനകത്ത് സൂതക്യാശവ ജാതികളും പതിതന്മാരും തട്ടാന്മാരും ഹീനജാതികളായ ശൂദ്രരും കയറിയാൽ അശുദ്ധിയുണ്ട്. ശവാശൗചികൾ മതിൽക്കകത്ത് കയറരുത്, അവർ ബലിവട്ടത്തിനകത്ത് കയറിയാൽ അശുദ്ധിയുണ്ട് എന്ന് കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നു. ഇത് ഉദ്ധരിക്കാൻ കാരണം എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് തുല്യരാണ്, ഭക്തി എന്ന് പറഞ്ഞാൽ വേറെന്തോ പിടികിട്ടാത്ത സാധനമാണ് എന്നൊക്കെ പറയുന്നവരെന്നറിയാൻ വേണ്ടിയാണ്. ഭക്തിപരമായ തന്ത്രഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്, ഈ തന്ത്രസമുച്ചയം, ശേഷസമുച്ചയം, കുഴിക്കാട്ട് പച്ചയിലൊക്കെ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? തന്ത്രസമുച്ചയത്തിൽ പറയും, തന്ത്രസമുച്ചയത്തിന്റെ വിമർശിനി വ്യാഖ്യാനം, പതിതാദിവേഷ പതിതാഹ സ്വകുലാഭ്രഷ്ടാഹ തേഷാം ചണ്ടാലാദീനാം ച ഗോപുരാദന്തപ്രവേശ. പതിതോ മഹാപാതകാദി ദോഷവശാത് ഭ്രഷ്ടാഹ, മഹാപാപം ചെയ്തവരാണ് പതിതന്മാർ. ആദിശബ്ദേന ആശൗചിനശ്ചാതുവർണ്യമാഹ്യ മ്ലേച്ഛഭാഷണ്ടിനോ ദാഹാദയശ്ചോരാ വ്രാത്യാശ്ച ഗൃഹ്യന്തേ എന്നാ പറയുന്നത്. പതിതന്മാരെന്ന് പറഞ്ഞാൽ മഹാപാതകം മുതലായ ദോഷങ്ങൾ ചെയ്തവരും ചാതുവർണ്യവാകിയരും മ്ലേച്ഛഭാഷണ്ടികളുമാണെന്നാണ് പറയുന്നത്. ഞാൻ അടുത്തിടെ രസകരമായൊരു കാര്യം ആലോചിക്കും. ജനൻ TV-യിൽ ഞാൻ ഈ മാധ്യമം ദിനപത്രത്തിൽ രാമായണത്തെ സംബന്ധിച്ച് ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തെ ചൊല്ലി ജനൻ TV-യിൽ ഒരു ഡിബേറ്റ് നടക്കുക. അപ്പോൾ ഗുരുമൂർത്തി എന്ന് പറയുന്നൊരു വിദ്വാൻ, അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നമ്മളെ വെല്ലുവിളിക്കുക, ഡോക്ടർ ശ്യാംകുമാറിനെ വെല്ലുവിളിക്കുക. പക്ഷെ വെല്ലുവിളിക്കുക എന്നുള്ള പേരിൽ വ്യക്തിയാക്ഷേപം നടത്തും. നമ്മൾ പറയുന്ന വാദങ്ങൾ എടുക്കുകയല്ല ചെയ്യുന്നത്, ആ വാദങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വ്യക്തിയാക്ഷേപം നടത്തുകയാണ് ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന വിദ്വാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം രാമായണത്തെ സംബന്ധിച്ചാണെങ്കിൽ രാമായണത്തിൽ ഡോക്ടർ ശ്യാംകുമാർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അത് തെറ്റാകുന്നത് എന്തുകൊണ്ട് എന്ന കാര്യകാരണ സഹിതം വാദങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ വാദങ്ങളെ ഖണ്ഡിക്കാതാണ് ചെയ്യേണ്ടത്. അതിനു പകരം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് ഹിന്ദുത്വവാദികളുടെ ഒരു പൊതുവായ സവിശേഷത. നമ്മുടെ വാദങ്ങൾ അഭിസംബോധന ചെയ്യാതിരിക്കുകയും വ്യക്തിയാക്ഷേപം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തെ സൂചിപ്പിക്കാൻ കാരണം,
അന്ന് അദ്ദേഹം ആ സംവാദത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർ NVP ഉണത്തിയുടെ ഒരു പുസ്തകമാണ് ഡോക്ടർ ശ്യാംകുമാർ സ്ഥിരമായിട്ട് ഉദ്ധരിക്കുന്നത്. ഡോക്ടർ NVP ഉണത്തിരി 5-6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 500-ലധികം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ജേണലുകളിൽ ഉൾപ്പെടെ 10-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പുസ്തകത്തിനെ ആശ്രയിച്ചാണ് എന്നുള്ളെങ്കിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ജേണലുകളിൽ നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമോ, അല്ലെങ്കിൽ ലേഖനം പ്രസിദ്ധീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ സാമാന്യ വിജ്ഞാനം പോലും ഇല്ലാതെയാണ് ഇത്തരം കാര്യങ്ങളെ ഹിന്ദുത്വവാദികൾ പൊതുവെ സമീപിക്കുന്നതെന്ന് ആനുഷംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം. കാരണം ഇവിടെ ഞാൻ പൊതുവെ പിന്തുടരുന്ന രീതി സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനും കുമാരസംഭവത്തിനും രഘുവംശത്തിനും വ്യാഖ്യാനം എഴുതിയ മല്ലിനാഥൻ പറയും, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. കാര്യകാരണ യുക്തിയില്ലാതെ തെളിവില്ലാതെ ഞാൻ ഒരു വരി പോലും പറയില്ല എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് എഴുതിക്കൊണ്ടാണ് മല്ലിനാഥൻ കുമാരസംഭവത്തിന് രഘുവംശത്തിന് വ്യാഖ്യാനം ചമയ്ക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് മല്ലിനാഥനാണ് പ്രധാനപ്പെട്ട വക്താവ്. എന്നെ സംബന്ധിച്ചൊരു ആധികാരിക വക്താവ്. എന്ത് കാര്യം പറഞ്ഞാലും പരമാവധി ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുകയും പരമാവധി ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നതെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ഈ ഭക്തിപരമാണ് എന്ന് പറഞ്ഞൊരു കാവ്യത്തിൽ ഒരു കാര്യം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കാം. അത് സങ്കരജാതി ധർമ്മം എന്ന് പറയുന്നൊരു ആശയമാണ്. സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം, പങ്കമന്യേ തത്തജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്ഥേയവും അസത്യങ്ങളും. ഭാഗവതത്തിൽ പറയുന്നതാണ്. എന്താണ് സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ല? സങ്കരജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ പുരുഷന് ശൂദ്ര സ്ത്രീയിൽ ഉണ്ടാകുന്ന പുത്രന്റെ പേരാണ് ചണ്ടാളർ. അങ്ങനെ ഒരുപാട് സങ്കരജാതികളുണ്ട്. അവർക്കുള്ള ക്രമം ചൊല്ല, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയാം. പങ്കമന്യ ജാത്യാചാരങ്ങളും, അവരുടെ ജാതി ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ബ്രാഹ്മണരോടുള്ള ചേർച്ച എങ്ങനെ വേണമെന്നും പറയാം. ചെയ്യരുതേ മോഷ്ടിക്കരുത്, അസത്യം പറയുകയും ചെയ്യരുത്. അപ്പം നമ്മൾ വിചാരിക്കും കള്ളം പറയരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹത്തായ ആശയങ്ങളാണെന്ന് വിചാരിക്കും. എന്തിനാ മോഷ്ടിക്കരുതെന്ന് പറയുന്നത്? ബ്രാഹ്മണരുടെ ഒന്നും മോഷ്ടിക്കരുതെന്നാണ് പറയുന്നത്. ബ്രാഹ്മണരോട് കള്ളം പറയരുതെന്നാണ് പറയുന്നത്. അല്ലാതെ സമൂഹത്തിൽ അസത്യവും അനർത്ഥവും ഒക്കെ നിലനിൽക്കുമ്പോൾ സാമൂഹ്യ അപജയം സംഭവിക്കും എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടൊന്നും ഈ ബ്രാഹ്മണ സാഹിത്യകാരന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഭക്തിപരമായ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ ഭഗവത്ഗീത. ഇന്ന് ആ ഭഗവത്ഗീതയ്ക്ക് വലിയ പ്രശസ്തി കൈവന്നിരിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയും, ഗീത 18:44, കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാവി സ്വഭാവജം. അപ്പൊ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചിദാനന്ദപുരിയെ പോലുള്ള ആളുകൾ പറയുന്നത് എന്തിനധികം പറഞ്ഞു, അടുത്തിടെ ചിന്മയാംവിഷന്റെ 8ാം ക്ലാസ്സിലെ CBSE പാഠപുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കൃഷി ചെയ്താൽ നിങ്ങൾ ആരാകും? വൈശ്യരാകും. ആ കൃഷിപ്പണിയൊക്കെ നിങ്ങൾ സ്കൂളിൽ ചെന്ന ടീച്ചറായാൽ നിങ്ങൾ ആരാകും? ബ്രാഹ്മണരാകും. വൈകിട്ട് വീട്ടിൽ വന്ന് വീണ്ടും അടുക്കളപ്പണി ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ ആരാകും? ശൂദ്രരാകും. അങ്ങനെ ഈ ശൂദ്ര ബ്രാഹ്മണ ക്ഷത്രിയത്വം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് പുതിയ വ്യാഖ്യാനമാണ്. പുതിയ വ്യാഖ്യാനം ചാതുർവർണ്ണത്തെ പുതിയ കുപ്പിയിൽ നമുക്ക് തരുക. പുരോഗമനകാരികളുടെ സന്യാസിയായ സന്ദീപാനന്ദഗിരിയും ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വാനാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പുരോഗമനകാരികളുടെ ദൈവമാണ് ആര്? സന്ദീപാനന്ദഗിരി. അദ്ദേഹത്തിനും ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിദ്ധ ഔഷധ. എന്താണ് അതിൽ പറയുന്നത്? ഏതേഷാം ജാതി വിഹിതാനം കർമ്മണാം സമ്യഗനുഷ്ഠിതാനം സ്വർഗപ്രാപ്തി ഫലം സ്വഭാവതഃ വർണ്ണ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഃ പ്രേത്യ കർമ്മമനമനുഭൂയ തതഃ ശേഷേണ വിശിഷ്ടദേശ ജാതികുല ധർമായുഃ ശ്രുതവിത്തസുഖമേധസോ ജന്മ പ്രതിപദ്യന്തേ ഇത്യാദി സ്മൃതിഭ്യഃ പുരാണേ ച വർണ്ണിനാം ആശ്രമണാം ച ലോകഫലഭേദ വിശേഷ സ്മരണാത് എന്ന് ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നു. ജാതിവിഹിതങ്ങളായ കർമ്മങ്ങൾ ആചരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്വർഗപ്രാപ്തി കിട്ടും എന്ന് പറഞ്ഞാൽ ശൂദ്രന്റെ ജോലി അയാളുടെ ജീവിതം മുഴുവൻ ചെയ്താൽ എന്ത് കിട്ടും? സ്വർഗപ്രാപ്തി കിട്ടുമെന്നാണ് ആള് പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞു വെക്കുന്നത്. ശൂദ്രൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല
എന്നാണ് ശങ്കരാചാര്യര് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശങ്കരാചാര്യരെ ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണെന്നാണ് ആര് പറഞ്ഞത്? തത്വമസി എഴുതിയ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭാവനയില്ല. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്, അല്ല ശങ്കരാചാര്യരല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷത്തിന്റെ ഭരണത്തെപ്പറ്റി മഹാഭാരതത്തിൽ പറയും. പരീക്ഷീണേഷു കുരുഷു ഉത്തരായാമജായത പരീക്ഷിത് അഭവത്തേന സൗഭദ്രസ്യാത്മജോ ബലി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാശ്ചൈവ സ്വകർമ്മസു സ്ഥിതാ സുമനസോ രാജം സ്തേന രാജ്ഞ സുനിഷ്ഠിതാഹ. മഹാഭാരതത്തിൽ പറയുന്നതാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് അവരവർക്ക് വിധിച്ച കർമ്മം മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഭരണത്തെ എന്ത് ഭരണം എന്നാണ് പറയുന്നത്? നല്ല ഭരണം. ഇതാണ് പരീക്ഷത്തിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചുള്ള ഭരണത്തെയാണ് നല്ല ഭരണം എന്ന് പറയുന്നത്. ശന്തനുവിന്റെ ഭരണത്തെ പറ്റിയും ഇത് തന്നെയാണ് പൊതുവെ പറയുന്നത്. നമുക്കിനി കുറച്ചും കൂടെ ആഴത്തിൽ എഴുത്തച്ഛന്റെ രാമായണത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വന്നാൽ എഴുത്തച്ഛന്റെ രാമായണത്തിൽ പറയും, വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇപ്പൊ വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം, വേദങ്ങൾ തന്നെ അംഗീകരിച്ചുള്ള രാമായണം ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലി. ബോധഹീനന്മാർക്ക്, ബോധമില്ലാത്തവർക്ക് വേണ്ടിയാണ് ചൊല്ലാൻ പോകുന്നത്. ജാതനിന്ദിതൻ, ജാതിയാൽ നിന്ദിക്കപ്പെട്ടവൻ, പരസ്ത്രീ ധനഹാരി, പരസ്ത്രീയെ അപഹരിച്ചവർ, അവരൊക്കെ രാമായണം വായിച്ച് എന്ത് കിട്ടും? മോക്ഷം കിട്ടുമെന്നാണ് ആര് പറയുന്നത്? എഴുത്തച്ഛൻ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ജാതിനിന്ദിതരെയും പാപികളെയും രാമായണ കഥ കേൾപ്പിക്കുന്നതിലൂടെ ചാതുർവർണ്ണ്യ ധർമാഖ്യാനത്തിന്റെ ലോകബോധത്തിലേക്ക് ക്ഷണിക്കുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത്? എഴുത്തച്ഛൻ ചെയ്യുന്നത്. അല്ലാതെ അവരെ വിമോചിപ്പിക്കുകയൊന്നുമല്ല. ബ്രാഹ്മണ്യത്തിന്റെ ലോകബോധത്തിലേക്ക് അവരെ കെട്ടി എഴുന്നള്ളിപ്പിക്കുന്ന പരിപാടിയിലാണ് എഴുത്തച്ഛൻ ഏർപ്പെട്ടിരിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറയുന്നതിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം സാമൂഹ്യമായി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന സാമൂഹ്യ വിവക്ഷയ്ക്ക് പകരം ഒരു വ്യക്തി അനുഭവിക്കുന്ന രോഗാതി ദുരിതങ്ങളുടെയും സാമൂഹ്യ അസമത്വത്തിൻ്റെയും പ്രശ്നം അയാൾ ചെയ്ത മുജ്ജന്മ പാപം നിമിത്തമാണ് എന്ന് പറയുന്നതിലൂടെ എഴുത്തച്ഛൻ രാമായണത്തിലൂടെ സാമൂഹ്യ അസമത്വത്തെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന നിലപാട് തറയിലാണ് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനി. പണ്ട് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കാനുണ്ടായിരുന്ന എഴുത്തച്ഛൻ്റെ ഈ പാഠഭാഗം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഭോഗങ്ങൾ, സുഖഭോഗങ്ങൾ എങ്ങനെയാണ്? ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്, മിന്നൽ പോലെ ചഞ്ചലമാണ്. വേഗേന നഷ്ടമായുസ്സുമോർക്കനി, നിന്റെ ആയുസ് വേഗത്തിൽ നഷ്ടമാകും എന്ന് പറയുന്നതിലൂടെ ഭൗതിക സുഖാസ്പദങ്ങൾക്കായുള്ള ഇന്ത്യയിലെ കീഴാള ബഹുജനങ്ങളുടെ പോരാട്ടത്തെ എഴുത്തച്ഛൻ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ സാമൂഹ്യമായ ഭൗതികാസ്പദങ്ങൾക്കായുള്ള പോരാട്ടങ്ങളിൽ എഴുത്തച്ഛൻ്റെ രാമായണം ഒരു തരത്തിലുള്ള പിന്താങ്ങം നൽകുന്നില്ല. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടോ, വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നുള്ള വരികളിലൂടെ എല്ലാം തന്നെ എഴുത്തച്ഛൻ പിൻപറ്റുന്നത് ബ്രാഹ്മണ്യാഖ്യാനവും ബ്രാഹ്മണ്യത്തിൻ്റെ ലോകബോധവുമാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഭർത്തൃകർമാനുകരണമാണ് പാതിവൃത്യനിഷ്ഠ എന്ന് എഴുത്തച്ഛൻ പറയുന്നതിലൂടെ സ്ത്രീധർമ്മം ഭർത്താവിനെ സേവിക്കുകയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ പറയും, അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിച്ചയെന്നങ്ങുറച്ചിടേണമമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്ന് നിർണയം. അച്ഛൻ എന്താണോ ഇച്ഛ അത് അമ്മ എന്ത് ചെയ്യണം? അച്ഛൻ്റെ ഇച്ഛയാണ് അമ്മയുടെ ഇച്ഛ എന്ന് കരുതണം. അച്ഛൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ അമ്മ മാനത്ത് കാണണം. ഭർത്തൃകർമാനുകരണം അത്രേ പാതിവൃത്യനിഷ്ഠ. ഭർത്താവിൻ്റെ കർമ്മങ്ങൾ അനുകരിക്കുകയാണ് എന്ത്? സ്ത്രീകളുടെ ധർമ്മം എന്നാണ് ആര് പറയുന്നത്? എഴുത്തച്ഛൻ പറയുന്നത്. നാഥാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാനിതേ
പാദശുശ്രൂഷാവ്രതം മുടക്കായ്മേ. നിന്നുട സന്നിധോ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചുകൂടുന്നു. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്കമൃതോപമം. പറയുന്ന ആരാണെന്നറിയാമോ? സീത. എഴുത്തച്ഛൻ്റെ സീത പാടുകയാണ്, വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപമം. ഭർത്താവിൻ്റെ എച്ചിൽ എനിക്ക് അമൃതാണ്. ഇപ്പൊ ചില പുരോഗമനവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സീത വലിയ വിപ്ലവകാരിയാണെന്ന. കാരണം ആശാന്റെ സീത പറയുന്നുണ്ടല്ലോ, പാവയോ ഇവൾ എന്ന് ആശാന്റെ സീത ചോദിക്കുന്നുണ്ട്. പാവയോ ഇവൾ എന്ന് പറഞ്ഞിട്ട് ആശാന്റെ സീത അങ്ങ് ആകാശത്തേക്ക് പൊങ്ങുക. രാവിലെ കറിക്കറിയാൻ പോകുന്ന ആൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പാവയോ ഇവൾ എന്ന് പറഞ്ഞിട്ട് സീത അങ്ങ് ആകാശത്തോട്ട് പൊങ്ങിപ്പോവാ. പിറ്റേ ദിവസം അടുക്കള കയറുന്നില്ല. ആശാന്റെ സീതയ്ക്ക് ആകാശത്തോട്ട് പൊങ്ങിപ്പറക്കാം. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? രാവിലെ തേങ്ങ ചിരകണം, എന്തൊക്കെ കാര്യങ്ങളാണ്. തീയലാണ് വെക്കുന്നതെങ്കിൽ രാവിലെ ഇപ്പം മിക്സി വന്നതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ദേശാഭിമാനിയും വായിച്ച് ആണുങ്ങളെല്ലാം വെളിയിരിക്കത്തേ ഉള്ളൂ. വായിക്കുന്ന പത്രം ദേശാഭിമാനിയും ചിന്തയൊക്കെ ആയിരിക്കും. പക്ഷേ അവർ ഈ ചാരു കസേരയെ കടന്നിരുന്ന് അങ്ങനെ ദേശാഭിമാനിയും ചിന്തയും വായിച്ചിരിക്കും. പാവം പിടിച്ച പെണ്ണുങ്ങൾ അടുക്കളയിൽ തന്നെ. ഇത് എഴുത്തച്ഛൻ്റെ ആ പാതിവൃത്യം പിന്തുടരുക. സംഭവപർവത്തിൽ പറയും, സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു, താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. ഇതെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? മനുസ്മൃതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുസ്മൃതിയിൽ നിന്ന് എഴുത്തച്ഛനിലേക്കുള്ള ദൂരം ഒന്ന് പരിശോധിക്കൂ. ദൂരമില്ല, വളരെ കുറവാണ്. എഴുത്തച്ഛൻ്റെ വരികളായത്. ഭക്തിപൂർവ്വം സന്ധ്യക്കിരുന്ന് വിളക്ക് കൊളുത്തി വെച്ചാണ് വായിക്കുന്നത്. വായിക്കുന്ന ആര് തന്നെ? വായിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ തന്നെ. എന്താണ് വായിക്കുന്നത്? സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. വായന കഴിച്ച് വീട്ടിൽ ചെന്ന് ചേട്ടനോട് പറയും, ചേട്ടാ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണനെന്നു നൂനം. ലോകങ്ങൾക്കെല്ലാം ആരാ ദൈവം? ബ്രാഹ്മണനെന്നു നൂനം. മൂർഖനാകിലും ഭർത്താ നാരിമാർക്കെല്ലാം ദൈവം. ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും അവൻ ദൈവ. ചേതസാ വാചാ വൃത്യാ കർമ്മണാ ഭർത്താവിനെ സാദരം ശുശ്രൂഷിക്ക നല്ലത് നിങ്ങൾക്കെല്ലാം. അർത്ഥം വ്യക്തമാണല്ലോ, ഇനിയും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിലും പതിവ്രതമാരാകും കുലസ്ത്രീകൾ അതിനു മീതേ ഒരു ധർമ്മമില്ലറിക നീ, ഗതിയും വരുമിക സൗഖ്യവും വരും പതി ശുശ്രൂഷണം കൊണ്ടെന്ന് ചൊല്ലുന്നു വേദം. വേദത്തിൽ പറയുന്നുണ്ട് എന്ത്? ചേട്ടനെ മാങ്ങ പറിക്കാൻ അനുവദിക്കരുത്, ചേട്ടനെ കൊണ്ട് വെണ്ടയ്ക്ക അരിയിക്കരുത്, ചേട്ടനെ കടയിൽ വിടരുത്, സാമ്പാർ വെപ്പിക്കരുത്, അപ്പം ചുടിപ്പിക്കരുത്. പിന്നെ ചേട്ടനെ എന്ത് വേണം? ചേട്ടനെ രാവിലെ മേട്ടൊരു കസേര ഇരുത്തി ഒരു പാത്രവും വെച്ച് ചേട്ടൻ്റെ കാല് രാവിലെ മേട്ടും കഴുകുക. അങ്ങനെ ചെയ്താൽ സ്ത്രീകൾക്കെല്ലാം എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇതാണ് ഓഫർ. ലുലു മാളിൽ പോലും കിട്ടാത്ത ഓഫറാ എഴുത്തച്ഛൻ്റെ മഹാഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിസ്സാര പൈസ ചിലവാക്കിയാൽ മതി. 100 രൂപയുടെ എള്ളെണ്ണ വാങ്ങിക്കുക, വിളക്ക് കത്തിക്കുക, 5 തിരിയിടുക. ഓഫർ, വൻ ഓഫറാണ്. അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെ ആയിരിക്കും? അങ്ങ് മേളില. ഇവിടങ്ങുമല്ല, മേളില. ഭാഗവതം സപ്തമസ്കന്ധത്തിൽ പറയും, മുന്നം ബദര്യാശ്രമത്തിൽ ഞാൻ ചെന്നിട്ടു വന്ദിച്ച് നാരായണനോട് ഇതുപോലെ ചോദിച്ച നേരം എനിക്ക് നാരായണൻ മോദാൻ അരുൾ ചെയ്ത പോലെ ചൊല്ലുന്നു ഞാൻ. നിർമ്മല വർണ്ണാശ്രമസ്ഥിതി കൊണ്ടിഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. എന്തൊരു കാഠിന്യമെന്ന് ആലോചിച്ച്. ഭഗവാൻ എപ്പോഴാണ് പ്രസാദിക്കുന്നത്? നിർമ്മല വർണ്ണാശ്രമസ്ഥിതി കൊണ്ടിഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. ഈ വർണ്ണാശ്രമത്തെ വെടിയാനാണ് ആരുപദേശിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയോട് ആഹ്വാനം ചെയ്തത്. ഈ വർണ്ണാശ്രമ സ്ഥിതി കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്നതാണ് ഭാഗവതം 7-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. എന്താണ് ശൂദ്രന്മാർക്ക് ധർമ്മം? വന്ദനം ശൗചവും സ്വാമി സേവാവിന്, മന്ത്രമില്ലാതെ സൽക്കർമ്മങ്ങൾ സത്യവും, അന്തരാഭക്തി കളവ് കൂടാതെയും, ഗോരക്ഷയും കൃഷി വാണിഭം ഈ വക നേരോടെ ചെയ്യുക ശൂദ്രന്നിവ ലക്ഷണം. ഇതെല്ലാം ശൂദ്രന്റെ ജോലിയാണെന്ന് പറയാം. കൃഷി, ബ്രാഹ്മണ പാദസേവ, ഇതൊക്കെ. ഇനി എന്താണ് സ്ത്രീകളുടെ ധർമ്മം? സ്ത്രീകളുടെ ജോലി എന്താണെന്ന് പ്രത്യേകമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ. പത്തനരക്ഷണാദ്യലങ്കരണത്വവും നിത്യമുപകരണത്തോടു വാഴുക,
ഭർത്തൃവ്രതം, വണക്കം, അടക്കം, സത്യം, വിദ്യാവാക്യന്യെ, പ്രേമം, ഭർത്തൃ ശുശ്രൂഷ, ദിവസവും രാവിലെ എന്ന് ഭർത്താവിനെ തൊഴുക. നാരായണ സമൻ ഭർത്താവിതെന്നതും. ഭർത്താവിനെ എങ്ങനെ കാണണം? നാരായണനെ പോലെയാണ് ഭർത്താവ്. കേരളത്തിലെ ഭർത്താക്കന്മാരുടെയൊക്കെ സ്വഭാവം അന്വേഷിച്ചാൽ ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല. ചിത്തേ ഈ വണ്ണമുള്ളൊരു തരുണിമാർ മുക്തി ചേരുമെന്ന് ചൊല്ലുന്നു വേദവും. ഭർത്താക്കന്മാരെ ശുശ്രൂഷ എന്ത് കിട്ടും? സ്ത്രീകൾക്ക് എന്ത് കിട്ടും? മുക്തി കിട്ടും. ഇങ്ങനെയാണ് പറഞ്ഞു വന്നത്. ഇടയ്ക്കൊന്ന് ഓർമ്മിക്കണം, സംസ്കൃത സാഹിത്യത്തിൽ പൊതുവെ ഈ സിദ്ധാന്തങ്ങളെ ഖണ്ഡിക്കുമ്പോഴുള്ള രീതി എന്ന് പറയും, പറഞ്ഞു വരുമ്പോൾ എന്താണ് പറഞ്ഞു വന്നത് എന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു വന്നത് എന്താണെന്ന് സൂചിപ്പിക്കും. അത് ഭക്തിപരമായ കാവ്യങ്ങൾ എന്ന പേരിൽ നിലനിൽക്കുന്ന ഈ കാവ്യങ്ങൾ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം, ബ്രാഹ്മണ സ്തുതിയും ബ്രാഹ്മണ സേവയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോകവീക്ഷണവും സ്ഥാപിക്കുകയാണ് ഇതിഹാസ പുരാണങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലെ കഥകളെല്ലാം തന്നെ അങ്ങനെയാണ്. ഹരിനാമകീർത്തനത്തിൽ പറയും, ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനസന്ധ്യേന നിത്യഗതി തദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. അപ്പൊ ഇവിടെ കർമ്മപുനർന്ന സിദ്ധാന്തത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. കഴിഞ്ഞുപോയ ജന്മങ്ങളിലെ സഞ്ചിത രൂപത്തിലുള്ള ശുഭാശുഭ കർമ്മങ്ങളിൽ കുറെ പ്രാരബ്ധമായി തീർന്ന് നാം അനുഭവിക്കുന്നു. അങ്ങനെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായി തീരുന്നു. ഇവിടെ ആ ജ്ഞാനപ്പാനയിൽ കണ്ട കർമ്മ പുനർമ്മ സിദ്ധാന്തം തന്നെയാണ് ഹരിനാമകീർത്തനത്തിലും ഭാഗവത കീർത്തനത്തിലും നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ തന്നെ ഇങ്ങനെ കാണാം. ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ. മാ താതകോപം കാർഷീസ്ത്വം ഏഷധർമ്മ സനാതന അനാവൃതാഹി സർവേഷാം വർണ്ണാനാമങ്കനാഭുവി യഥാ ഗാവസ്ഥിതാസ്താത സ്വേ സ്വേ വർണ്ണേ തഥാ പ്രജ എന്ന് മഹാഭാരതത്തിൽ കാണാം. എന്താണ് സംഗതി? ഒരിക്കൽ ശ്വേതകേതുവും അദ്ദേഹത്തിന്റെ പിതാവും നോക്കിയിരിക്കെ ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിന്റെ മാതാവിനെ കരം ഗ്രഹിച്ച് വരൂ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു. ഇത് കണ്ട ശ്വേതകേതു തടഞ്ഞു. പിടിച്ചുകൊണ്ട് പോകുന്നത് തന്റെ മാതാവിനെയാ, പിതാവാണെങ്കിൽ അനങ്ങൊന്നുമില്ല. എന്നാൽ ഉദ്ദാലകൻ അച്ഛൻ ശ്വേതകേതുവിനെ വിലക്കി. എല്ലാ വർണ്ണങ്ങളിലുമുള്ള സ്ത്രീകൾ സ്വതന്ത്രരാണ് മകനെ. ഗോക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് മനുഷ്യരും. ഏഷധർമ്മ സനാതന. എന്താണ് ഏഷധർമ്മ സനാതന? ഇത് മനസ്സിലാകണമെങ്കിൽ കുറച്ചും കൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, സ്വന്തം ഭാര്യയെ മറ്റൊരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലകൻ തന്റെ പുത്രനെ ഉപദേശിക്കുന്ന എന്താണ്? പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ മകനെ, ഇതാണ് ധർമ്മം, ഇതാണ് ധർമ്മം. ഏഷധർമ്മ സനാതന, ഏഷധർമ്മ സനാതന, ഇതാണ് സനാതനമായ ധർമ്മം. നമ്മൾ സനാതന ധർമ്മം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. സംഗതി എന്താ? സംഗതി എന്താന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. സംഗതി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനായിരിക്കും അദ്ദേഹം പിടിച്ചുകൊണ്ട് പോയത്? ആലോചിക്കൂ. ഇതുപോലെ അഥർവവേദം, ഇന്നിപ്പോൾ അഥർവവേദവും മറ്റു വേദങ്ങളും ഒക്കെ തന്നെ യാഗയജ്ഞാദി കർമ്മങ്ങളിൽ വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുകയും ഉദ്ധരിക്കപ്പെടുകയും സ്തുതിരൂപങ്ങളിൽ നമ്മളൊക്കെ കേൾക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് അഥർവവേദത്തിൻ്റെയൊക്കെ രാഷ്ട്രീയം? ഭക്തിപരമായി ആലപിക്കപ്പെടുന്ന കൃതികളുടെ രാഷ്ട്രീയം എന്താണ്? അഥർവവേദത്തില് 5-ാം മണ്ഡലം 18:10 യേ സഹസ്രമരാജന്യാസൻ ദശശതാ ഉതതേ ബ്രാഹ്മണസ്യ ഗാം ജഗ്ദ്വാ വൈദഹവ്യാ പരാഭവൻ എന്ന് പറയും. ക്രോധത്തിന്റെ തീക്ഷ്ണമായ വംശത്തിൽ പിറന്ന അനേകായിരം രാജാക്കന്മാർ പൃഥ്വി ഭരിച്ചിരുന്നു. അവർ ബ്രാഹ്മണന്റെ ഗോവിനെ അപഹരിച്ചത് നിമിത്തം ഭ്രഷ്ടരായി. ഇതാണ് രാജാക്കന്മാരെല്ലാം ഭ്രഷ്ടരായി തീർന്നു. എങ്ങനെ? ബ്രാഹ്മണരുടെ പശുവിനെ അപഹരിച്ചത് നിമിത്തം. യേ ബ്രാഹ്മണം പ്രത്യഷ്ടീവൻ യേ വാസ്മീൻ ശുൽക്കമീശ്വരേ അസ്നസ്തേ മധ്യേ കുല്യായാഹ കേശാൻ ഘാതന്ത ആസത്തെ.
6:19-3 അഥർവവേദം. ബ്രാഹ്മണന്മാരിൽ നിന്ന് കരം ആഗ്രഹിക്കുന്നവരും അവരെ തുപ്പുന്നവരും രക്തനദിയിൽ തലമുടിയും മറ്റും തിന്നുകൊണ്ട് നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടും. ബ്രാഹ്മണരിൽ നിന്ന് കരം സ്വീകരിച്ചാൽ എങ്ങനെ ആയിരിക്കും? അവർ നരകത്തിൽ പോകുമെന്നാണ് ആര് പറയുന്നത്? അഥർവവേദം പറയുന്നത്. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? വളരെ വ്യക്തമാണല്ലോ. നവർഷം മൈത്രാവരുണം ബ്രഹ്മജ്യം അഭിവർഷതി നാസ്മൈ സമതി കൽപ്പതേ നമിത്രം നയതേ വശം. ബ്രാഹ്മണർക്ക് ദുഃഖം കൊടുക്കുന്നവരുടെ രാജ്യത്തിൽ സൂര്യനും വരുണനും നൽകേണ്ട ജലവർഷം ഉണ്ടാവുകയില്ല. അവരുടെ സഭ ഒന്നിനും ഉപകരിക്കില്ല. അവരുടെ സേനയ്ക്ക് മിത്രങ്ങളെയും വശത്താക്കാൻ സാധ്യമല്ല എന്ന് അഥർവവേദം പറയും. ഇങ്ങനെ എത്രയോ അധികം ശ്ലോകങ്ങൾ നമുക്ക് ബ്രാഹ്മണ സ്തുതിപരമായിട്ടുള്ളത് നമുക്ക് ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ധാരാളമായിട്ട് ഞാൻ ഉദ്ധരിക്കാത്തതാണ്. ഒരു ചോറ് വെന്തോന്ന് നോക്കണമെങ്കിൽ കലത്തിലെ ചോറ് മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചോറെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ വേവ് മൊത്തം നമുക്കറിയാൻ കഴിയും. അതുകൊണ്ടാണ് അത് മാത്രം ഉദ്ധരിച്ചത്. ഇങ്ങനെ ഭക്തിപൂർവ്വം പാരായണം ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. അത് ഉന്നതമായ തലത്തിലുള്ള ഒരു ചിന്തകന്മാരായ ഭക്തന്മാർ പാരായണം ചെയ്യുന്ന പുസ്തകമാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിൽ 1:3:37 പറയും, ശ്രവണാധ്യയന പ്രതിഷേധാത് സ്മൃതേശ്ച എന്ന സൂത്രം വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യർ പറയും, ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യദസ്യ സ്മൃതേഹ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി വേദശ്രവണ പ്രതിഷേധഃ തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച പ്രതിഷേധഃ ശൂദ്രസ്യ സ്മര്യതേ. ശൂദ്രൻ എന്തില്ല? വേദം ചൊല്ലുവാൻ അവകാശമില്ല. എന്തുകൊണ്ടാണ് അവകാശമില്ലാത്തത്? ഏതശ്മശാനം യത് ശൂദ്രതസ്മാത് ശൂദ്ര സമീപേ നാദ്യേതവ്യം ഇതിച്ച. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണ്. അതുകൊണ്ടാണ് ശൂദ്രന്റെ സമീപത്ത് വെച്ച് വേദം അധ്യയനം ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണം. ഇത് പറയുന്ന ആരാണ്? ശങ്കരാചാര്യരാണ്. നോക്കൂ, ശങ്കരാചാര്യരെ ഭക്തിപൂർവ്വം പ്രതിഷ്ഠിച്ച് ആദരിക്കുക. എന്താണത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ശൂദ്രര് സഞ്ചരിക്കുന്ന പട്ടടയാണ്, ശവക്കുഴിയാണെന്ന് എഴുതിയ ആളാണ് ശങ്കരാചാര്യർ. ഈ ശങ്കരാചാര്യർ ലോകത്തിന്റെ സംഭാവനയാണെന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. ന ശൂദ്രായ മതിം ദദ്യാത്. ശൂദ്രന് ബുദ്ധി കൊടുക്കരുതെന്ന. ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. ദ്വിജാതീനാം അധ്യയനം വിദ്യ ദാനം ഇതിജ. ദ്വിജാതികൾക്ക് പഠനവും യാഗവും ദാനവും ഒക്കെ പാടുള്ളൂ. പറയുന്ന ആരാണ്? ശങ്കരനാണ്. സംസ്കാര പരാമർശ തത് അഭാവിലാവാസ് എന്ന് തുടങ്ങുന്ന ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം 1:3:36 ശൂദ്രന് വേദാധികാരമില്ല എന്ന് ശങ്കരാചാര്യര് വ്യക്തമാക്കുന്നുണ്ട്. വളരെ ഭക്തിപൂർവം പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതമെന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഭാഗവത പുരാണത്തിൽ കലിയുഗം എന്ന് പറയുന്ന ഭാഗത്തെപ്പറ്റി പറയുമ്പോൾ പറയും, പാകണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യപ്രായേഷു രാജസു ചൗര്യാനുവത വൃതാഹിംസ നാനാവൃത്തിഷു ഐനൃഷു. ധർമ്മം നാസ്തിക സിദ്ധാന്ത പ്രചുരമാവുകയും രാജാക്കന്മാർ ചോരപ്രായമാവുകയും ജനങ്ങൾ മോഷണം, അസത്യം, വൃതാഹിംസ മുതലായ വൃത്തികളോടുകൂടിയവരായും ഭവിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്. ഭാഗവത പുരാണം 12-ാം അധ്യായം 2-ാമത്തെ സർഗം 38-ാമത്തെ ശ്ലോകത്തിൽ പറയും, താവിഹത്യേ കലേരന്തേ വാസുദേവാനുശിക്ഷിതൗ വർണ്ണാശ്രമയുധം ധർമ്മം പൂർവത് പ്രദൈഷ്യതഃ. കലിയുടെ അവസാനത്തിൽ വാസുദേവനാൽ നയിക്കപ്പെട്ടവർ ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളെയും മറ്റു ധർമ്മങ്ങളെയും പണ്ടത്തെ പോലെ പിന്നെയും പ്രവർത്തിക്കും. അപ്പൊ കലിയുഗത്തിന്റെ അവസാനത്തിൽ ആര് വരുമെന്നാണ് പറയുന്നത്? ഭഗവാൻ വാസുദേവൻ വരും. എന്തിനാ വരുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്? വർണ്ണാശ്രമ ധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ. എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തെ സ്ഥാപിക്കാനാണ് ആര് വരുന്നത്? വാസുദേവൻ വരുന്നത് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഭാഗം വായിക്കുന്ന ഭക്തന്മാരൊന്നും ഇതൊന്നും സൂക്ഷ്മമായിട്ട് വായിക്കുന്നില്ല. അത് വായിച്ചായിരുന്നെ കുറച്ചൊക്കെ ഒരു ജ്ഞാനബോധം അവർക്ക് ഉണ്ടായിപ്പോയേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ ബലപ്പെട്ട ഒന്നാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട ഒരു കഥ. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യം ചാനലുകളെല്ലാം കൂടെ ചർച്ച ചെയ്ത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി ആ സമാധിയെ മാറ്റി. അല്ലേ? പരിശോധിച്ച് വന്നപ്പോൾ സമാധിയാണോ?
പരിശോധിച്ച് വന്നു, കക്ഷിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷറുള്ള ആളാണ്, ഇതെല്ലാമാണ്. സമാധി അടയാൻ പോകുന്നതിന് മുമ്പ് ഷുഗറിൻ്റെ ഇൻസുലിൻ എടുത്തു, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചു, രാവിലെ ദോശയും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു. ഇതെല്ലാം ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, സമാധി അടയാൻ പോകുന്നത്. എന്താണ് സമാധി? ഈ പറയുന്ന ദോശയും കഞ്ഞിയും കുടിച്ച് പോകുന്നതിൻ്റെ പേരാണോ സമാധി? അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയുടെ പേരാണോ? അതിനെപ്പറ്റി സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയും. തസ്മാത്വം ചാപ്യപ്രമത്ത സമാധീൻ കൃത്വാഗ്രന്ഥിം സാധു നിർദഹ്യയുക്ത നിത്യം ബ്രഹ്മാനന്ദ പീയൂഷ സിന്ധൗ മജ്ജൻ ക്രീഡൻ മോദമാനോ രമസ്വ എന്ന് സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയും. അതിനാൽ നീ പ്രമാദം കൂടാതെ സവികൽപ്പ നിർവികൽപ്പ സമാധികളെ അഭ്യസിച്ച് മോഹം കൊണ്ടുണ്ടായി തീർന്നതും ശരീരാദികളിൽ ഞാനെന്ന ഭാവത്തെ നിലനിർത്തുന്നതുമായ ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കണം. കുറെ കാലം നിഷ്ഠയോടുകൂടിയുള്ള സമാധി അഭ്യാസം കൊണ്ട് അത് സാധിക്കും. ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ എപ്പോഴും ബ്രഹ്മാനന്ദാമൃത സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടും നീന്തി കളിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടി സുഖിച്ചാൽ ഇതാ സമാധി. അല്ല, ഒരു ദിവസം കൊണ്ട് മരിക്കുന്നതിൻ്റെ പേരല്ല സമാധി. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പരിശോധിക്കണം. ഇങ്ങനെ ബ്രഹ്മാനന്ദത്തിൽ നീന്തി കുളിച്ചിട്ട് എന്ത് കാര്യം? ഈ ക്യാമറ കണ്ടുപിടിച്ചവരാരും ബ്രഹ്മാനന്ദത്തിൽ നീന്തി കുളിച്ചവരല്ല കേട്ടോ. വാക്സിൻ കണ്ടുപിടിച്ചതാരാ? വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചതാരാ? ബ്രഹ്മാനന്ദത്തെ നീന്തി കുളിച്ചവരാണോ? കണ്ണുടച്ചിരുന്നവരെ കൊണ്ടല്ല ഇന്ത്യ രക്ഷപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് ധ്യാനം വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ കേരളത്തിന് മുന്നോട്ട് പോക്കിന് ഇത്തരം ധ്യാനങ്ങളൊന്നും ഉപകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? സമാധി എന്ന് പറയുന്നത് മരണമല്ല എന്നാണ് സർവവേദാന്ത സിദ്ധാന്ത സംഗ്രഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദരസാവേശാത് ഏകീഭൂയ തദാത്മന വൃത്തേറിയ നിശ്ചലാവസ്ഥ സാ സമാധിരകൽപ്പക എന്ന് പറയും. ബ്രഹ്മാനന്ദരസാനുഭൂതിയിൽ മുഴുകിക്കൊണ്ട് ബ്രഹ്മാകാരമായി തീർന്ന ബുദ്ധിവൃത്തിയുടെ നിശ്ചലാവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഡോക്ടർ സി വിശ്വനാഥൻ പറയുന്നത് പോലെ ഇത് മസ്തിഷ്ക താടനമാണ് യഥാർത്ഥത്തെ. ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് മസ്തിഷ്കത്തിന് മുകളിൽ വലിയ മർദ്ദനം ചെയ്ത് മസ്തിഷ്കത്തെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം ഉദ്ധരിച്ചത്. അതിനകത്ത് മരിക്കുന്നതിൻ്റെ പേരാണോ സമാധി? അല്ല എന്ന് വളരെ കൃത്യമായിട്ട് സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. രാമനും കൃഷ്ണനും ഒക്കെ സമാധി അടഞ്ഞെന്നാണല്ലോ കഥ. രാമന്റെ സമാധി എങ്ങനായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം. അദ്യർത്ഥയോജനം ഗത്വാ നദീപശ്ചാന്മുഖാശ്രിതം സരയോം പുണ്യസലിലാം തദർശ രഘുനന്ദന. 1.5 യോജന ദൂരം പിന്നിട്ടപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന പുണ്യസലിയായ സരയൂ നദിയെ രഘുനന്ദനൻ മുന്നിൽ കണ്ടു. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 110 സർഗ 1 ശ്ലോകം. താം നദീമാകുലാവർത്താം സർവത്രാനുസരൻ നൃപ ആഗതസ്സ പ്രജോ രാമ തം ദേശം രഘുനന്ദന. ധാരാളം ചുഴികളോടുകൂടി ആ പുഴയുടെ വഴിയെ പിന്തുടർന്ന് രാമൻ ഉദ്ദിഷ്ടസ്ഥാനത്തെത്തി. തസ്മിൻ സ്തൂര്യശതേകീർണേ ഗന്ധർവാപ്സുരസങ്കുലേ സരയൂ സലിലം രാമ പദ്ഭ്യാം സമുപചക്രമേ. അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും നിറഞ്ഞ വാനിൽ നിന്ന് 100 കണക്കിന് പെരുമ്പുറയുടെ ധ്വനി മുഴങ്ങി. നടന്നുകൊണ്ട് സരയൂ സലിലത്തിലെത്തി. സലിലത്തിലേക്ക് പ്രവേശിക്കാൻ രാമൻ മുതിർന്നു. ഓർക്കുക, ആറ്റിലേക്ക് അച്യുതാ ചാടല്ല ചാടല്ല. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ രാമൻ ചെയ്ത എന്താണ്? രാമൻ എന്താണ് ചെയ്തത്? രാമൻ ചെയ്തത്? അത് ഞാൻ ഒറ്റയ്ക്ക് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച. നിങ്ങളും കൂടെ പറഞ്ഞ നമ്മളെല്ലാവരും കൂടെ പ്രതികളാണല്ലോ. അതാ തസ്മിൻ യേബി സമാപന്ന ഇക്ഷവാനരരാക്ഷസാഹ തേബി സ്വർഗം പ്രവിവിശുർ ദേഹാനിക്ഷിപ്യ ചാമ്പസി. സരയൂ ജലത്തിൽ ദേഹം വെടിഞ്ഞ വൃക്ഷന്മാരും വാനരന്മാരും രാക്ഷസന്മാരും എല്ലാം സ്വർഗലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സംഭവമൊന്നുമല്ല. സരയൂ നദിയിലേക്ക് സർവ്വ ആളുകളും ചാടി ദേഹത്യാഗം ചെയ്തു എന്ന് പറയുന്നതിന്റെ പച്ചമലയാളം എന്താണ് പച്ചമലയാളം? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി.
ഇനി കൃഷ്ണൻ എന്താ സംഭവിച്ചത്? കൃഷ്ണന്റെ സ്വർഗാരോഹണത്തെ പറ്റി ഭാഗവത പുരാണത്തിൽ പറയും. മുസലാവശേഷായ ഖണ്ഡകൃതേഷുർലുബ്ധഗോചരാ മൃഗസ്യാകാരം തശ്ചരണം വിവ്യാത മൃഗശങ്കയാ. ഭാഗവത പുരാണം ഏകാദശ സ്കന്ധം 33 ശ്ലോകം. മുസലത്തിന്റെ അവശിഷ്ടമായി ഇരുമ്പു തുണ്ടുകൊണ്ട് നിർമ്മിച്ച അസ്ത്രത്തോടുകൂടിയ ജര എന്ന പേരായ കാട്ടാളൻ മൃഗത്തിന്റെ മുഖം പോലെ ശോഭിക്കുന്ന കൃഷ്ണന്റെ പാദത്തിലേക്ക് മൃഗമെന്ന ശങ്കയാൽ അസ്ത്രം അയച്ചു. ആരെങ്കിലും വെടിവെച്ചാൽ നമ്മളെ അതിന് പറയുന്ന പേരെന്താണ്? വെടിവെച്ചാരെങ്കിലും മരിച്ചാൽ എന്താ പറയുന്നത്? സ്വർഗാരോഹണം എന്ന് പറയുമോ അതോ വേറെന്തെങ്കിലും പറയുമോ? ആണോ? ഭാഗവത പുരാണം പ്രഥമ സ്കന്ധം 18 അധ്യായം. ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെയും കാണാം. അതിന്റെ തുടർച്ചയാണെന്ന് വായിക്കാം. ദൃഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാഃ ഗായന്തഞ്ച ഘൃണന്തഞ്ച ശൗരേ കർമാണി ജന്മച. ഇന്ദ്രാദിദേവന്മാരും സനകാദി മഹർഷിമാരും മരീച്യാദി പ്രജാപതിമാരും പിതൃക്കളും സിദ്ധന്മാരും മഹാസർപ്പങ്ങളും ചാരണന്മാരും അപ്സരസുകളും പക്ഷിശ്രേഷ്ഠന്മാരും കൃഷ്ണന്റെ നിര്യാണം കാണാൻ, നിര്യാണം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിര്യാണം കാണാൻ ഏറ്റവും ഔത്സുക്യത്തോടെ അവിടെ എത്തിച്ചേർന്നു. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭു സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേന്യമേലയത്. വിഭുവായ ഭഗവാൻ ബ്രഹ്മാവിനെയും തൻ്റെ വിഭൂതികളായ ഇന്ദ്രാദി ദേവന്മാരെയും കണ്ട് ആത്മാവിനെ യോജിപ്പിച്ച് കണ്ണുകൾ അടച്ചു. ഒരു മാമ്പഴത്തെ നമ്മളൊരു കവി എങ്ങനെ ആയിരിക്കും വർണ്ണിക്കുക? ഒരുപാട് അലങ്കാരങ്ങൾ അതിന് പറയില്ലേ? ഒരു കണ്ണടച്ചതിൻ്റെ വർണ്ണനയാണെന്ന് കരുതിയാൽ മതി. ഞാൻ അപ്പുറത്തേക്ക് കടന്ന് പറയുന്നില്ല, ബാക്കി നിങ്ങളുടെ വ്യാഖ്യാനത്തിന് വിട്ടിരിക്കുക. ലോകാഭിരാമം സദനം ധാരണാധ്യാനമംഗളം യോഗധാരണയാ അഗ്നേയ അധക്വാ ധാമാവിശസ്വകം. ലോകാഭിരാമമയമായ കൃഷ്ണൻ, ലോകാഭിരാമനായ കൃഷ്ണൻ ധാരണയ്ക്കും ധ്യാനത്തിനും മംഗള വിഷയവുമായ തൻ്റെ മോഹന രൂപത്തെ യോഗസമ്പ്രദായമനുസരിച്ച് അഗ്നിധാരണ കൊണ്ട് ദഹിപ്പിച്ചു കളയാതെ സ്വസ്ഥാനം പ്രാപിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പം ആശയം വളരെ വ്യക്തമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിയെപ്പറ്റി ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച എ കരുണാകര മേനോന്റെ പുസ്തകം ഒന്ന് വായിക്കുക. അതിന്റെ പ്രസക്ത ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. വല്ലാതെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു കപ്പ് റവക്കഞ്ഞി കൊടുത്തു ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക്. വലിയ വിഷമം കൂടാതെ അദ്ദേഹം അത് കഴിച്ചു. തനിക്ക് നല്ല സുഖം തോന്നുന്നത് ഗുരുദേവൻ പറഞ്ഞു. അദ്ദേഹം അല്പം ഉറങ്ങിയാൽ നന്നായിരിക്കുമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്പഷ്ടമായി 3 പ്രാവശ്യം അദ്ദേഹം കാളിയുടെ നാമം ഉച്ചരിക്കുകയും പതുക്കെ കിടക്കുകയും ചെയ്തു. അല്പം വിശ്രമത്തിനായി നരേന്ദ്രൻ താഴത്തേക്ക് പോയി, വിവേകാനന്ദൻ താഴേക്ക് പോയി. 1 മണി 2 മിനിറ്റായപ്പോൾ പെട്ടെന്ന് ഗുരുദേവന്റെ ശരീരത്തിലാകെ രോമാഞ്ചമുണ്ടായി. ദൃഷ്ടികൾ നാസാഗ്രത്തിൽ ഉറച്ചു നിന്നു. പുഞ്ചിരി കൊണ്ട് മുഖം പ്രകാശമാനമായി. ഗുരുദേവൻ മഹാസമാധിയിൽ പ്രവേശിച്ചു. അങ്ങനെ 1886 ആഗസ്റ്റ് 16 തിങ്കളാഴ്ച വെളുപ്പിന് ശ്രീരാമകൃഷ്ണൻ തൻ്റെ ഭൗതിക ദേഹം ഉപേക്ഷിച്ചു. ഇത്രയും വായിക്കുന്ന നമുക്ക് കാര്യങ്ങൾക്കൊരു വ്യക്തത കൈവരുന്നില്ല അല്ലേ? വ്യക്തത കൈവരണതിൻ്റെ ആദ്യ ഭാഗം കൂടെ വായിക്കണം. അവസാനം ആ ദിവസം വന്നെത്തി. ആഗസ്റ്റ് 15 ഞായറാഴ്ച. ഗുരുദേവന്റെ വേദന അസഹ്യമായി തീർന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. നാഡി ശരിക്ക് പ്രവർത്തിക്കാതെയായി. സന്ധ്യയ്ക്ക് അല്പം മുമ്പ് ശ്വാസോച്ഛ്വാസത്തിന് വിഷമമായി. ഭക്തരെല്ലാം വീർപ്പ് മുട്ടി കരഞ്ഞു. അതുവരെ അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന ആ ദിവ്യദീപം എന്നേക്കുമായി അണയാൻ പോവുകയാണ്. എന്താണ് സമാധിയുടെ കാരണം? സമാധിയുടെ കാരണം ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി എന്തെങ്കിലും അന്വേഷിക്കേണ്ടതായിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ സമാധിയുടെ കാരണവും ഇതൊക്കെ തന്നെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞ ഇപ്പം നമ്മുടെ സ്ഥാനം ജയിലിനകത്താണ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു അവസ്ഥ. മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ട, ഈ ഭക്തിയുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വെജിറ്റേറിയനിസം നമ്മുടെ സമൂഹത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭക്തിപരമായി വായിക്കുന്ന സ്തോത്രകൃതികളിൽ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയല്ല.
വനവാസം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വത്സരാജ്യത്തെത്തിയ രാമലക്ഷ്മണന്മാർ 4 തരം മഹാമൃഗങ്ങളെ വധിച്ചുവെന്നും മേദ്യങ്ങളായി മഹാമൃഗങ്ങളെ വഹിച്ചുകൊണ്ട് വിശപ്പുള്ളവരായ രാമലക്ഷ്മണന്മാർ വൃക്ഷമൂലത്തിലെത്തിയെന്നും വാൽമീകി രാമായണ അയോധ്യാകാന്ഡത്തിൽ പറയുന്നുണ്ട്. തൗതത്ര ഹത്വാ ചതുരോ മഹാമൃഗാൻ വാരാഹവൃഷ്യം പൃഷതം മഹാരുരും ആദായ മേദ്യം ത്വരിതം ബുഭുക്ഷിതോ വാസായ കാലേ ഏതുർവനസ്പതിം എന്ന് പറഞ്ഞു വെക്കുന്നു. തൻ്റെ ആശ്രമത്തിലെത്തിയ ഭരതന് ഭരദ്വാജൻ കൊടുക്കുന്ന എന്താണ്? ആടിൻ്റെ മാംസം, പന്നിമാംസം, മയില്, കോഴി എന്ന് പറഞ്ഞാൽ ചിക്കൻ, മട്ടൻ, പന്നി, അത് വരട്ടിയതും കറി വെച്ചതും ഒക്കെയാണ് ഭരതന് ആര് കൊടുത്തത്? ഭരദ്വാജൻ കൊടുത്തത്. എന്നിട്ട് സന്ധ്യക്കിരുന്ന് രാമായണം വായിക്കുന്നത് എല്ലാ ദിവസവും വീട്ടിൽ സാമ്പാറാ. ചോദിക്കുമ്പോൾ പറയുന്നത് എന്തോ രാമായണം വായനയാ, പക്ഷെ വായിക്കുന്നത് മൊത്തം ഇതാ. രാമനും കൃഷ്ണനും പന്നിയെ തിന്നതിന് ചരിത്രം വായിച്ചിട്ട് വീട്ടിൽ അവിയലും ഓലനും തോരനുവാ. കാരണം മീനെ കയറ്റിക്കൂടാ. മീനിന്റെ മുള്ള ഏതെങ്കിലും പ്രദേശത്ത് കണ്ടാൽ അപ്പോഴേ വലിയ വലിയ പ്രശ്നമാണ്. താം തഥാ ദർശയിത്വാതു മൈഥിലി ഗിരിനിമ്നകാം നിശസാദ ഗിരിപ്രസ്ഥേ സീതാ മാംസേന ഛന്ദയൻ. എന്താണ്? സീതയ്ക്ക് രാമൻ എന്ത് കൊടുത്തു? ചുട്ട മീനിനെ കൊടുത്തു. ആ രംഗമാണ്. സീതാ മാംസേന ഛന്ദയൻ, സീതയെ മാംസം കൊടുത്ത് സന്തോഷിപ്പിച്ചു. ആര്? രാമൻ. ഇപ്പോൾ ഫുൾ വെജിറ്റേറിയനാ. ഇപ്പോൾ വെജിറ്റേറിയൻ ആയി അദ്ദേഹം. നേരത്തെ ആയിരുന്നില്ല കേട്ടോ. നേരത്തെ വെജിറ്റേറിയൻ അല്ലാത്ത ഭക്ഷണം മുമ്പ് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ശുദ്ധ വെജിറ്റേറിയൻ ആക്കി മാറ്റിയിരിക്കും. അമ്പലത്തിൽ ഇപ്പോൾ പുള്ളി പാൽപ്പായസവും വെള്ളച്ചോറും അവൽപന്തിരി കാഴിയും മാത്രമേ കഴിക്കൂ. ഇതാണ് അവസ്ഥ. വനവാസത്തിനായി പോകുന്ന സീത ഗംഗയ്ക്ക് എന്താണ് നേരുന്നത്? സുരാകട സഹസ്രേണ മാംസഭൂതൗതനേന ച യക്ഷേ ത്വാം പ്രിയതാം ദേവി പുരീം പുനരുപാഗത. പുരിയിൽ അയോധ്യയിൽ ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ നിനക്ക് എന്ത് നൽകാം? സുരാകട സഹസ്രേണ 1000 കുടം മദ്യം നൽകാം. ലൈസൻസ് ഇല്ലാതെ ലഹരി വിറ്റതിന് കേസെടുക്കേണ്ട പരിപാടിയാ. സുരാകട സഹസ്രേണ 1000 കുടം മദ്യ. പിന്നെന്താണ്? മാംസഭൂതൗതനേനച്ച. ഓദനം എന്ന് പറഞ്ഞ ചോറ്, മാംസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസം തന്നെ. മാംസത്തിന് മാംസം എന്ന് തന്നെ അർത്ഥമുള്ളൂ കേട്ടോ സംസ്കൃതത്തിലും. അപ്പം മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. എന്താണ് മാംസച്ചോറ്? ബിരിയാണി. അപ്പൊ സീത എന്താണ് ഗംഗയ്ക്ക് വഴിപാടായി നേർന്നത്? ബിരിയാണി. അതെന്ത് ബിരിയാണി ആയിരിക്കാം? അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രഹ്മയാമളം എന്ന് പറയുന്ന വളരെ പ്രാചീനമായൊരു തന്ത്രഗ്രന്ഥത്തിൽ പറയും, രക്തം മാംസം കൃതം ചെയ്വ സർഷപഞ്ച തിലസ്തത. രക്തവും മാംസവും നെയ്യും കൂടെ ചേർത്ത് വേണം ദേവിക്ക് നിവേദിക്കാനെന്ന് 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബ്രഹ്മയാമളത്തിൽ പറയുന്നുണ്ട്. മധുത്രയേണ സംയുക്തം രുതിരം മദ്യസംയുതം മദ്യമാംസം സമായുക്തം കരകേ ചൈവ നിക്ഷിപേത് എന്ന് ബ്രഹ്മയാമളത്തിൽ പറയും. മധുത്രയേണ, മധു എന്ന് പറയുന്നത് 3 തരത്തിലുള്ള തേനുണ്ടെന്നാ പറയുക. ഏതൊക്കെയാ തേൻ? 3 തരത്തിലുള്ള തേൻ ഏതൊക്കെയാ? രുതിരം ചോര, മദ്യം തന്നെ, പിന്നെന്താണ്? മാംസം. ഇതാണ് 3 തേൻ. ഏതൊക്കെയാണ് 3 തേൻ? ചോര, മദ്യം, മാംസം. ഇതാണ് 3 തേൻ, മധു. ഇത് 3 കൂടെ ചേർത്ത് വേണം ആർക്ക് നേദ്യം കൊടുക്കാൻ? ദേവിക്ക് നിവേദിക്കാൻ എന്നാണ് ബ്രഹ്മയാമളം പറയുന്നത്. രൗരവാഗമത്തിൽ പറയുന്നത് മൃഗാധീനം മതാർത്ഥായ ഘോരരൂപം ഭയാവഹം എന്ന് പറയുന്നുണ്ട്. ശിവന് ബലി കൊടുക്കുന്നതിനെ പറ്റിയാണ് രൗരവാഗമത്തിൽ പറയുന്നത്. ഞാനിതെല്ലാം ഉദ്ധരിക്കാൻ കാരണം എന്താണ്? ഇപ്പോൾ വന്ന് തന്ത്രഗ്രന്ഥങ്ങളെല്ലാം വെജിറ്റേറിയനിസം മാത്രം പറയുന്ന പുസ്തകമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെടുത്ത് വായിച്ച് നമുക്ക് കാണുന്നത് മുഴുവൻ ചിക്കൻ്റെയും മട്ടൻ്റെയും വിവരണങ്ങളാണ്. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്? ചിക്കനും മട്ടനും ഒന്നുമില്ല, വെണ്ടയ്ക്കായുടെ കാര്യമാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഒരു വെണ്ടയ്ക്കായും ഇല്ല. എല്ലാ ആടിൻ്റെ കാര്യം, പോത്തിൻ്റെ കാര്യം, പശുവിൻ്റെ കാര്യം ഒക്കെയാണ് പറയുന്നത്. പ്രയോഗമഞ്ജരി കേരളത്തിലുള്ളൊരു ടെസ്റ്റാണ്. 10-ാം നൂറ്റാണ്ടുണ്ടായ ഗ്രന്ഥമാണ് പ്രയോഗമഞ്ജരി. അതിനകത്ത് വാസ്തുയാഗ പഠനം അതിൽ പറയും. പ്രയോഗമഞ്ജരി 3-ാം അധ്യായം 32-ാമത്തെ ശ്ലോകത്തിൽ പറയും, മാംസാനി പക്വാനി തഥാ മകാനി ദദ്യാത് ബലം രുദ്രജയായ പശ്ചാത്. ഈ വാസ്തുവലി ഇടുമ്പോൾ അതിനകത്ത് രുദ്രജയം എന്ന് പറയുന്ന ഒരു കളവുണ്ട്. അതിനകത്ത് എന്താണ് ഇടേണ്ടത്? മാംസാനി പക്വാനി, മാംസമാണ് ബലിയായിട്ട് കൊടുക്കേണ്ടത്. മാംസോദനേർ ഭക്ഷ്യ കൃതാന്യതൈശ്ച ദദ്യാച്ചരയ്ക്ക് ബലിവീശബാഹ്യേ പിത്തേന മാംസേർ സഹിതേന ദദ്യാത് ബാഹ്യേ വിദാര്യ ബലിമഗ്നികോണേ രക്തോദനേനാദ ദതിപ്ലുതേന സമ്പൂജ്യ രക്ഷോദിഷു ഭൂതനാഞ്ച
പിത്താസ്തി രക്താന ഉദയിച്ച ദുഗ്ധൈരഭ്യർച്ച പാപാമത രാക്ഷസീഞ്ച എന്ന് പറഞ്ഞാൽ രക്തം കലർത്തിയ മാംസം, രക്തം കലർത്താത്ത മാംസം, ചുട്ട മാംസം, ചുടാത്ത മാംസം ഒക്കെ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് പ്രയോഗമഞ്ജരിയിൽ പറഞ്ഞു വെക്കുന്നത്. മാംസഹോമം എന്നൊരു ചടങ്ങ് തന്നെ ബ്രഹ്മയാമളത്തിലുണ്ട്. മാംസഹോമം. ഗോമാംസ സംയുതം കുര്യാത് സുരയാ മിശ്രിതസ്യ ച ക്രോഷ്ടുകസ്യ തദൈവേഹ ചാഗസ്യ പിഷിതസ്യ ച എന്ന് ബ്രഹ്മയാമളത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഭക്തിപരമാണ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥ ആശയാവലികൾ, ഗ്രന്ഥങ്ങളിലും അതിൻ്റെ ആശയാവലികളിലും എല്ലാം കാണുന്ന എന്താണ്? വെജിറ്റേറിയനിസത്തിന് തരുമ്പോൾ അതിനകത്തില്ല. ബ്രാഹ്മണരെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ തന്നെ കഴിച്ചു വന്നവരാണ് എന്നുള്ള ഒരു കൃത്യമായ ചരിത്ര യാഥാർത്ഥ്യമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ തന്നെ വെളിപ്പെട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. അത് നമ്മൾ പൊതുവെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന പള്ളിവേട്ട, തിരുവാറാട്ട്, പള്ളി ഉറക്കം, പള്ളിമണി, ഇതെല്ലാം തന്നെ ഒരു അസൽ ഫ്യൂഡൽ നാടുവാഴി രാജ്യാധിപത്യത്തിൻ്റെ പ്രതീക രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പദാവലികളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഒരു രാജാവിനെ സേവിക്കുന്ന പോലെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ പ്രാചീനമായ സോമശംഭു പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രാചീന 11ാം നൂറ്റാണ്ടിലുണ്ടായ തമിഴകത്തുണ്ടായ ഗ്രന്ഥത്തിൽ പറയുന്നത് ചക്രവർത്തിയുപചാരേണ സുഗന്ധാമലകാദിഭിഹി എന്ന് പറയും. ദേവനെ സേവിക്കുന്നത് എങ്ങനെയാണ്? ചക്രവർത്തിയുപചാരേണ. ചക്രവർത്തിയെ പൂജിക്കുന്നത് പോലെയാണ് ആരെ പൂജിക്കേണ്ടത്? ദേവനെ പൂജിക്കേണ്ടത്. അപ്പൊ ദേവൻ ആരുടെ പ്രതീകമാണ്? ദേവൻ രാജാവിൻ്റെ പ്രതീകമാണ്. അപ്പൊ പൂജിക്കുന്നവര് രാജാവിൻ്റെ പ്രജകളെ പോലെയുള്ളവരാണ്. അപ്പൊ സ്വാമിദാസ ബന്ധം. അപ്പൊ കേരളത്തിൽ നിലനിന്ന ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായ വ്യവസ്ഥ അടിസ്ഥാനപരമായി കാർഷിക വ്യവസ്ഥ ഈ പറയുന്ന പുലേരെയും പറയരെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയൊക്കെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവരെ കഷ്ടപ്പെടുത്തി ചൂഷണം മുഴുവൻ ക്ഷേത്രത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ചൂഷണാധിഷ്ഠിതമായ ബ്രാഹ്മണ്യ ഭക്തിയാണ് കേരളത്തിൽ ഉയർന്നു വന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭക്തി കേരളത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? ഇപ്പം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണെങ്കിലും കൊള്ളാം, അതുപോലെ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണെങ്കിലും കൊള്ളാം. ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന് ഇതിവൃത്തം എന്താണ് സൂചിപ്പിക്കുന്നത്? ബ്രാഹ്മണ ദാരിദ്ര്യമാണ് അവിടുത്തെ പ്രശ്നം. മറ്റാരുടെയെങ്കിലും ദാരിദ്ര്യമാണോ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ പ്രശ്നം? അല്ല. ആഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിൽ മേലന്നേരം 7ാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ഉലകു വാരിയായ തമ്പുരാനത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാൽ എത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ട് ഉത്തരീയവും വിട്ടു. കുചേലനെ കണ്ട് കൃഷ്ണൻ ദുഃഖിക്കുക. മറ്റാരെ കണ്ടും കൃഷ്ണൻ ഇതുപോലെ കരഞ്ഞിട്ടില്ല. ഒരുപാട് മക്കളുമുണ്ട് കുചേലന്. പക്ഷേ കുചേലൻ എന്തുകൊണ്ട് 10 വാഴ നട്ടില്ല എന്ന് കേരളീയ സമൂഹം ഇത്രയും കാലമായിട്ട് ചോദിച്ചിട്ടില്ല. 10 വാഴ നടുകയാണെങ്കിൽ ഇത്രയും മക്കളും അദ്ദേഹത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാമായിരുന്നു, ഇല്ലേ? പക്ഷെ അദ്ദേഹം ഒരു വാഴ പോലും നട്ടില്ല. അദ്ദേഹം തന്നെ ഒരു എന്തായാലും കൃഷ്ണനെ ചെന്ന് കണ്ടു, കൃഷ്ണൻ അനുഗ്രഹിച്ചു, അദ്ദേഹം ധാരാളം സമ്പന്നനായി എന്നുള്ളതാണ് കഥ. ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ മറ്റൊരു വേർഷനാണ് ആര്യൻ എന്ന് പറയുന്ന സിനിമ. നമ്മൾ ആര്യൻ സിനിമയിൽ എന്താണ് കാണുന്നത്? അത്യാവശ്യത്തിന് വസ്തുവുള്ള ഒരു ബ്രാഹ്മണ ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. ഒരു ജോലിയും ചെയ്യാതെ നടക്കുക. ഒരു ജോലിയും ചെയ്യുന്നില്ല. ആ മുറ്റത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഒരു സിനിമ, മഞ്ജു വാര്യരുടെ ഒരു സിനിമ, പച്ചക്കറിയെ ശുദ്ധ വെജിറ്റേറിയൻ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സിനിമ ഇറങ്ങിയല്ലോ. എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മഞ്ജു വാര്യരുടെ സിനിമ അത് തന്നെ, ഹൗ ഓൾഡ് ആർ യു. ആ സിനിമയിൽ ഫ്ലാറ്റിൻ്റെ മേളിൽ വരെ കൃഷിയാ. എന്തുകൊണ്ട് ആര്യൻ സിനിമയിൽ അങ്ങനെ ഒരു കൃഷിയെപ്പറ്റി അവർക്ക് ചിന്ത വന്നില്ല? അത് വരുത്തില്ല. എന്താ കാരണം എന്ന് പറയും? ഈ ബ്രാഹ്മണ ദാരിദ്ര്യമാണ് വിഷയം. ഈ ബ്രാഹ്മണ ദാരിദ്ര്യമാണ് EWS സംവരണമായിട്ടിപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത്. ഈ ബ്രാഹ്മണ ദാരിദ്ര്യ കഥയുടെ പ്രയോഗവൽക്കരിച്ച രൂപമാണ് EWS എന്ന് പറയുന്ന സവർണ സംവരണം. ഇതാണ് ബ്രാഹ്മണന്റെ ദുഃഖമാണ്. നിങ്ങൾ പുരാണങ്ങളെടുത്ത് മുഴുവൻ വായിച്ചു, ഒരു പാവപ്പെട്ടവൻ്റെ ദുരിതം.
ഒരു പാവപ്പെട്ട ഒരു ഗ്ലാസ് അരി കൊടുക്കുന്നതിനെ പറ്റി ഭാഗവത്തിൽ എവിടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ബ്രാഹ്മണന് കൊടുക്കുന്നതിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. വേറെ ആർക്കും കൊടുക്കുന്നതിനെ പറ്റി ഒരു വരി. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ആർക്കെങ്കിലും കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടോ? ഒരു പുലയൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്ന് കേരളത്തിൽ എഴുതിയ എഴുത്തച്ഛനെങ്കിലും പാടുന്നുണ്ടോ? ഇല്ല. എഴുത്തച്ഛൻ പോലും പറയുന്നത് ബ്രാഹ്മണന്റെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേന്നാ. അദ്ദേഹമാണ് ഭാഷാപിതാവ്. ഭാഷ എഴുത്തച്ഛൻ ഉണ്ടാക്കിയതാണോ? ഭാഷ സാധാരണ ജനങ്ങൾ സംസാരിച്ച് സൃഷ്ടിച്ചെടുത്തതാണ്. അത് എഴുത്തച്ഛന് സൃഷ്ടിക്കാവുന്ന ഒന്നല്ല എന്നുള്ളതാണ്. പക്ഷേ എഴുത്തച്ഛന് ഭാഷാപിതാവാകുന്ന എന്തുകൊണ്ടാ? ഈ ജാതിബ്രാഹ്മണ്യ മേൽക്കോയ്മയെ അടിയുറപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ എഴുത്തച്ഛനോടൊപ്പം കേന്ദ്രത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ആ ബ്രാഹ്മണ്യ ലോകബോധം സ്വാംശീകരിച്ചിരിക്കുന്ന കേരളീയ സാംസ്കാരിക മണ്ഡലം എഴുത്തച്ഛനെ എന്താക്കി മാറ്റിയത്? ഭാഷാപിതാവാക്കി മാറ്റിയത് എന്നുള്ളതാണ്. പക്ഷേ ഭാഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും കേരളത്തിലൊരു ഗദ്യ മലയാളം ഉണ്ടാക്കുകയും ചെയ്ത ക്രിസ്ത്യൻ മിഷനറിമാർ പുറത്താവുകയും മാപ്പിള മലയാളവും അറബി മലയാളവും ഒക്കെ സൃഷ്ടിച്ചെടുത്ത മുസ്ലിങ്ങൾ പുറത്താവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു, അസമത്വവും അടിച്ചമർത്തലും നിറഞ്ഞ എൻ്റെ പുരാതന മതം ഉപേക്ഷിച്ചതോടെ ഞാൻ പുനർജനിച്ചിരിക്കുകയാണ്. അവതാരങ്ങളുടെ തത്വശാസ്ത്രത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാനിപ്പോൾ ഒരു ഹിന്ദു ദേവന്റെയും ദേവതയുടെയും വിശ്വാസി അല്ല. ഞാൻ ശ്രാദ്ധമാചരിക്കുകയില്ല. ഞാൻ ബുദ്ധന്റെ 8 മാർഗങ്ങൾ കൃത്യമായി പിന്തുടരും. ബുദ്ധമതം ഒരു യഥാർത്ഥ മതമാണ്. വിജ്ഞാനം, സന്മാർഗം, കാരുണ്യം എന്നീ 3 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം പിന്തുടരും. ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തുന്ന പ്രഭാഷണത്തിന്റെ ഭാഗമാണിത്. 1956 ഒക്ടോബർ 14 ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ ഇങ്ങനെയാണ്: എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് രാമനിലും കൃഷ്ണനിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് ഗൗരിയിലും ഗണപതിയിലും മറ്റു ഹിന്ദു ദൈവങ്ങളിലും ദേവിമാരിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. ദൈവങ്ങളുടെ അവതാര സിദ്ധാന്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ശ്രാദ്ധമൂട്ടുകയോ പിണ്ടം വെക്കുകയോ ചെയ്യില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങും നടത്തിക്കില്ല. മനുഷ്യവംശത്തിന്റെ തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. അംബേദ്കർ ഉദ്ധരിക്കാൻ കാരണം ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളിലും അതിൻ്റെ ഭക്തിപരം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലും അതിൻ്റെ പാഠാവലികളിലും കാണുന്ന എന്താണ്? ബ്രാഹ്മണ്യത്തിൻ്റെ മഹത്വവൽക്കരണവും അസമത്വ ശ്രേണീകരണത്തിൻ്റെ ഉപാഖ്യാനങ്ങളുമാണ് നമ്മൾ നിറയെ കാണുന്നത്. സ്വാതന്ത്ര്യത്തെപ്പറ്റി, സമത്വത്തെപ്പറ്റി, സാഹോദര്യത്തെപ്പറ്റി പറയുന്ന ഒരു വരി പോലും എഴുത്തച്ഛൻ്റെയോ പൂന്താനത്തിൻ്റെയോ കുചേലവൃത്തം വഞ്ചിപ്പാട്ടെഴുതിയ രാമപുരത്ത് വാര്യരുടെ വരികളിലോ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ താഴ്ന്നവനെന്ന വിവേചനത്തോടെ പെരുമാറുന്ന, മനുഷ്യകുലത്തിൻ്റെ ഐശ്വര്യത്തിന് ഹാനികരമായ ഹിന്ദുമതത്തെ ഞാൻ ഉപേക്ഷിക്കുകയും ഇന്നു മുതൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഖ്യാപിക്കാൻ കാരണം ബ്രാഹ്മണിസത്തിൻ്റെ മതാത്മകമായ ആശയാവലികൾ അടിസ്ഥാനമായി സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്നു എന്ന് കണ്ടതിനാലാണ്. അദ്ദേഹം പറയും, ഹിന്ദുമതത്തിലെ തട്ടുവൽക്കരണം കാരണം ഉയർന്ന വർണ്ണത്തിലുള്ളവർക്കും ജാതിയിലുള്ളവർക്കുമാണ് നേട്ടം. കറക്റ്റ് അല്ലേ? ഈ കീർത്തനങ്ങളെല്ലാം ആരെയാ പുകഴ്ത്തുന്നത്? ബ്രാഹ്മണരെയാ മൊത്തം പുകഴ്ത്തുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ, ശ്രദ്ധിക്കേണ്ട വാചകമാണ് കേട്ടോ, ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ജോലിയിലാണ് അമ്മയുടെ കണ്ണ് കേന്ദ്രീകരിച്ചിരിക്കുക. ഇത്തരമൊരു വിചിത്രമായ ഘടനയ്ക്ക് കാരണം ഹിന്ദുമതത്തിലെ വർണ്ണവ്യവസ്ഥയാണ്. പൊതുവെ ഞാനിത് പറയുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്ന കാരണം, ഈ ശ്യാംകുമാർ എല്ലാം പഴയ കാലത്തെ കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് പുതിയതൊന്നും പറയാനില്ലേ? പഴയ കാലത്തെ കാര്യങ്ങൾ പുതിയ കാലത്തും തുടരുമ്പോൾ പഴയ കാലത്തെ കാര്യങ്ങൾ പിന്നെയും പറയേണ്ടി വരും. സുപ്രീം കോടതിയിൽ ഉള്ള 278 ജഡ്ജിമാരിൽ 252 പേരും സവർണരാണ്. അതാണ് അംബേദ്കർ പറഞ്ഞ വാചകങ്ങൾ ഇന്നത്തെ പ്രസക്തി. 8 പേർ മാത്രമേ ദളിതരിൽ നിന്ന് ജഡ്ജിമാരായിട്ടുള്ളൂ. ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരേ ഒരു ജഡ്ജി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും കാര്യം കട്ടപ്പുകയാണ്. ഇതാണ് സുപ്രീം കോടതിയുടെ അവസ്ഥ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ മഹാരാഷ്ട്രയിൽ നടന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനമാണ് അവിടെ അടങ്ങിയത്.
സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും അദ്ദേഹത്തെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒരു ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം ദർശനം നടത്തി മടങ്ങിയതിനു ശേഷം പുണ്യാഹം തളിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ മറന്നുപോകരുത്. കേരളത്തിൽ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ കണ്ണൂർ ഒരു ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടിവിളക്ക് കൊടുക്കുവാൻ ബ്രാഹ്മണ പൂജാരിമാർ തയ്യാറായില്ല. ഇങ്ങനെ എല്ലാ നിലയ്ക്കും നമ്മൾ പഴയത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയരുത്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നവരോടാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. പഴയത് പലതും തുടരുകയാണ്, എല്ലാം പല ആശയങ്ങളും തുടരുകയാണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ അധ്യാപകസികളിൽ 96% വരേണ്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. സാമുദായിക പ്രാതിനിധ്യം വട്ടപൂജ്യമാണ് അവിടെ. ദളിതരും ആദിവാസികളും പുറമ്പോക്കിൽ തന്നെ. ഇത് ഗുരുവായൂർ ദേവസ്വം കോളേജിന്റെ കാര്യം എടുത്താലും കൊള്ളാം, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള, കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുടെ സ്കൂളുകളുടെ എല്ലാം സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇത് തുടരുകയാണ്. അംബേദ്കർ പറയും, നിങ്ങളുടെ ചുമലിലേക്ക് ചാഞ്ഞിരിക്കുന്ന വൈശ്യക്ഷത്രിയ ബ്രാഹ്മണ ഭാരം കുടഞ്ഞു കളയുകയും നശിപ്പിക്കുകയും വേണം. അതാണ് യഥാർത്ഥ പ്രശ്നം. ഈ ഭാരം നമ്മളിപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് കൂടൽമാണിക്യത്ത് കാണുന്നത്. കൂടൽമാണിക്യത്തെ ഒരു ഈഴവനായ കഴകക്കാരന് ജോലി കൊടുക്കാൻ അനുവദിക്കാത്ത ആരാണ്? ബ്രാഹ്മണരെ പേടിച്ച് മന്ത്രിക്ക് പോലും പേടിയാ ഒരു കഥക്കാരനെ നിയമിക്കാൻ. ബ്രാഹ്മണ പേടി. തരണനെല്ലൂർ നമ്പൂതിരിപ്പാടന്മാരെ പുരോഗമന കക്ഷികൾക്ക് പോലും പേടിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നാലോചിച്ചു, എത്ര ഭീകരമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. പിഷാരടി എന്ന് പറയുന്ന ഒരു അമ്പലവാസി മാത്രമേ കൂടൽമാണിക്യൻ ക്ഷേത്രത്തിലെ കുടക്കലയെ പുല്ലരിയാവൂ എന്നാണ്. ബാക്കിയുള്ളൊരു പുല്ലരിഞ്ഞാൽ പുല്ല് പറയുമോ? എന്നെ അരിയരുതേ. പിഷാരടി വരുമോ എന്നെ അരിയൂ എന്ന് പറയുമോ? അത്രമാത്രം പുല്ലരിയുന്ന കാര്യത്തിൽ പോലും ജാതിബോധം കൊണ്ടു നടക്കുന്ന നാടാണ് കേരളം. അപ്പൊ ഈ ഭക്തിപരമായ സാഹിത്യത്തിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ജാതിമൂല്യബോധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരനേവം പറയുമല്ലോ, ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ പറയും, അവർണ ജനവിഭാഗങ്ങളുടെ അന്വേഷണ മാർഗം എന്ന് പറഞ്ഞാൽ അത് സയൻസിന്റെ മാർഗമായിരിക്കണം എന്നാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് പ്രധാനമായും ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്ന ചില വിശ്വാസങ്ങളിലൂടെയാണ്. വേദങ്ങളിലുള്ള വിശ്വാസം, മോക്ഷത്തിലുള്ള വിശ്വാസം, ചാതുർവർണ്ണ്യത്തിലുള്ള വിശ്വാസം, ലോകം ഈശ്വര സൃഷ്ടിയാണെന്ന വിശ്വാസം, ആത്മാവിലുള്ള വിശ്വാസം, പുനർജന്മത്തിലുള്ള വിശ്വാസം, കർമ്മ സിദ്ധാന്തത്തിലുള്ള വിശ്വാസം, ഇത്രയും വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വിശ്വാസം ഉപേക്ഷിച്ചാൽ മാത്രമേ ബ്രാഹ്മണിസത്തിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. അംബേദ്കർ പറഞ്ഞു, 1955 ഏപ്രിൽ 3 ബോംബെയിൽ നടന്ന പ്രഭാഷണത്തിൽ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചു, ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും വയറിൽ നിന്ന് വൈശ്യനും കാലുകളിൽ നിന്ന് ശൂദ്രനും നിർമ്മിക്കപ്പെട്ടു എന്ന അടിസ്ഥാനത്തിലുള്ള ഹിന്ദുമത രചന മനുഷ്യത്വത്തെ അപമാനിക്കുന്നതും ബുദ്ധിയെ ഭേദ്യം ചെയ്യുന്നതും ഈശ്വരനെ ഉപദ്രവിക്കുന്നതുമാണ്. ഇത്തരം മതരചനയിൽ സമത്വം ഒരിക്കലും വേരോടുകയില്ല, വ്യക്തിവികാസം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ ചിന്തയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു, താഴെയുള്ളവർ ഈ വിചാരസരണിക്കെതിരെ വിപ്ലവം ചെയ്യണം, അല്ല അവർ ആ മതം ത്യജിക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. 1932 ഒക്ടോബർ 9 ബോംബെ ബലാസീഡ് നിരത്തിലെ ചാവർ അഭിവൃദ്ധി ട്രസ്റ്റ് മൈതാനത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കഴുത്തിൽ തുളസിമാലയുണ്ടെന്ന് വെച്ച് പണം കടം കൊടുക്കുന്നവരുടെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. രാമഗീതം പാടിയതുകൊണ്ട് ഭൂവുടമകൾ നിങ്ങൾക്ക് യാതൊരു ഇളവും തരില്ല. രാമക്ഷേത്രം സ്ഥാപിച്ചതിൽ ആനന്ദിക്കാൻ പറയുന്നവരോടുള്ള മറുപടി ഡോക്ടർ അംബേദ്കർ അന്നേ കൊടുത്തിട്ടുണ്ട്. പന്തൻപുരിയിലേക്ക് എല്ലാ വർഷവും തീർത്ഥയാത്ര പോയാൽ മാസാവസാനം നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ജീവിതത്തിന്റെ അർത്ഥരഹിതമായി ഇത്തരം മായാജാലങ്ങളിൽ കുടുങ്ങി അന്ധവിശ്വാസങ്ങളും യോഗാത്മകവാദവുമായി കഴിയുമ്പോൾ ബുദ്ധിയും സ്വാർത്ഥതയുമുള്ള ജനങ്ങൾക്ക് സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
എന്ന് അംബേദ്കർ പറഞ്ഞു വെച്ചു. തങ്ങളുടെ ദുരിതങ്ങളെല്ലാം വിധിയാണെന്ന ചിന്ത എത്രയും വേഗം മനസ്സിൽ നിന്ന് മാറ്റുന്നുവോ അത്രയും നന്ന്. ദാരിദ്ര്യം അനിവാര്യവും ജന്മസിദ്ധവും വേർപെടുത്താനാവാത്തതുമാണെന്ന ചിന്ത ഒഴിവാക്കുക. സ്വയം അടിമകളായി കണക്കാക്കുന്ന ചിന്താരീതി ഉപേക്ഷിക്കുക. അംബേദ്കർ പറഞ്ഞു, വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് അടിമത്തത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും സ്വതന്ത്രരാകാനാവില്ല. മതപരമായ ഉപവാസമോ കഠിനനിഷ്ഠയോ പാപപ്രായശ്ചിത്തമോ നിങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല എന്നുകൂടി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചു. 1956 നവംബർ 24 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആർട്സ് കോളേജ് മൈതാനത്ത് നടത്തിയ പ്രഭാഷണത്തിൽ അംബേദ്കർ ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് സമാനമായിരിക്കണം. ബ്രാഹ്മണനിലുള്ള ബ്രഹ്മം അസ്പൃശ്യനിലും ഉണ്ടായിരിക്കണം. എങ്കിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനും അസ്പൃശ്യൻ നീചനുമായി എന്തുകൊണ്ട് കരുതപ്പെടണം? നിങ്ങളെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബ്രാഹ്മണൻ ഉത്തമനും ചണ്ടാളൻ നീചനുമായി മാറിയത് എന്തുകൊണ്ടാണ് എന്നാണ് അംബേദ്കർ ചോദിച്ചത്. ജഗന്മിഥ്യ എന്നാൽ ലോകമൊരു ദൃഷ്ടിഭ്രമമാണ്. ഈ സിദ്ധാന്തം പ്രായോഗിക ദൃഷ്ടിയിൽ എത്രമാത്രം അടിസ്ഥാനമുള്ളതാണ്. നമ്മുടെ ജ്ഞാനസാധനങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ ലോകത്തിൻ്റെ വാസ്തവികതയെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ അസ്തിത്വം നമുക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ജഗന്മിഥ്യ എന്ന് പറയുന്ന വാദത്തെയാണ് അംബേദ്കർ പൊളിച്ചെടുക്കുന്നത്. ലോകത്തിന് അസ്തിത്വമില്ലെങ്കിൽ പിന്നെ എനിക്കും നിങ്ങൾക്കും എവിടെയാണ് അസ്തിത്വം? പിന്നെ എൻ്റെ ബോധത്തിന് എന്തർത്ഥമാണുള്ളത് എന്നുകൂടി അംബേദ്കർ ചോദിക്കുന്നു. അസമത്വത്തിനും ഉച്ചനീചത്വത്തിനും മതപരമായ അടിസ്ഥാനം കൽപ്പിക്കുന്ന ഹിന്ദു സാമൂഹിക രചനയുടെ ആദ്യ സിദ്ധാന്തമായ പുരുഷ സൂക്തം ഏറ്റവും അധികം നിഷേധാർഹമാണ്. ഈ പുരുഷ സൂക്തമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട് വഴിപാടായിട്ട്. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. ഈ പുരുഷ സൂക്തത്തെയും അതിനെ പിന്തുടരുന്ന ഹിന്ദുമത ഗ്രന്ഥങ്ങളെയും നിങ്ങൾ മാനിക്കുമോ? അതോ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ന്യായം എന്നീ 4 ഉദാത്ത തത്വങ്ങളിൽ അധിഷ്ഠിതമായ രാജ്യഭരണഘടനയെ മാനിക്കുമോ? ഇതാണ് അംബേദ്കർ ഉന്നയിക്കുന്ന ചോദ്യം. അംബേദ്കർ പറയുന്നു, ഒരു മനുഷ്യജീവിയായി നിങ്ങളെ പരിഗണിക്കാത്ത മതത്തിൽ നിങ്ങൾ എന്തിനു പിന്തുടരണം? നിങ്ങളെ വിദ്യ നേടാൻ അനുവദിക്കാത്ത ഒരു മതത്തിൽ എന്തിനു തുടരണം? നിങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിനു തുടരണം? നിങ്ങളെ അവഹേളിക്കുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിനു തുടരണം? ജോലിയിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിനു തുടരണം? മനുഷ്യനും തമ്മിൽ ധാർമ്മിക ബന്ധം അനുവദിക്കാത്ത ഒരു മതം മതമല്ല, ബലപ്രയോഗത്തിൻ്റെ പ്രകടനമാണ്. മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നത് മതവിരോധമെന്ന് കണക്കാക്കുന്ന മതം മതമല്ല, രോഗമാണ്. ഒരു വർഗത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന, ധനസമ്പാദനം അനുവദിക്കാതിരിക്കുന്ന ഒരു മതം മതമേ അല്ല, മനുഷ്യജീവിതത്തെ പരിഹസിക്കലാണ്. നിരക്ഷരരായി തുടരാനും ദരിദ്രരായി തുടരാനും നിർബന്ധിക്കുന്ന ഒരു മതം മതമല്ല, ശിക്ഷയാണ്. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് അവകാശപ്പെടുകയും മനുഷ്യനോടും മൃഗങ്ങളോടെന്നതിനേക്കാൾ മോശമായി പെരുമാറുകയും ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്. അത്തരം ആളുകളെ വർജിക്കുക. അംബേദ്കർ പറഞ്ഞു, ഉറുമ്പുകളെ പഞ്ചസാര തീറ്റിക്കുകയും മനുഷ്യർക്ക് കുടിവെള്ളം നിഷേധിക്കുകയും ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്. അത്തരം ആളുകളെ വർജിക്കുക. 1936 ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചു. ഇത്രയധികം ഇവിടെ വിശദീകരിക്കാൻ കാരണം, അടിസ്ഥാനപരമായി ഭക്തിപരമായ സാഹിത്യ ഗ്രന്ഥം, അതിൻ്റെ ഗ്രന്ഥാവലികൾ, അതിൻ്റെ ആശയാവലികൾ, അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സമ്പൂർണമായി ബ്രാഹ്മണികമാണ്. ഈ ബ്രാഹ്മണികമായ ആശയാവലികൾ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയാവലികളെ സമ്പൂർണമായി റദ്ദാക്കുന്നു. അത് അടിസ്ഥാനപരമായി നമ്മുടെ ശാസ്ത്രീയ മനോഭാവത്തെ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. ഒരു ശ്ലോകം മാത്രം അതിനായിട്ട് ഉദ്ധരിക്കാം. കുലശേഖര ആഴ്വാരുടെ മുകുന്ദമാല എന്ന് പറയുന്നൊരു സ്തോത്രമുണ്ട്. അതിൽ പറയും, ഇതം പരിണാമപേശലം പദത്യവശ്യം ശ്ലതസന്ധി ജർജരം കിമൗഷധേ ക്ലിശസ്യ മൂഢദുർമദേ നിരാമയം കൃഷ്ണരസായനം പിബ. ഇതം ശരീരം പരിണാമപേശലം പദത്യവശ്യം ശ്ലതസന്ധി ജർജരം കിമൗഷധൈ ക്ലിശസ്യ മൂഢദുർമദേ നിരാമയം കൃഷ്ണരസായനം പിബ. പ്രകൃതിമാറ്റം മൂലം കോമളമായി ശരീരം ഒരു നാൾ സന്ധിബന്ധങ്ങളറ്റ് ജീർണിച്ച് ശിഥിലമായി വീണുപോകും നിശ്ചയം. ഹേ ബുദ്ധികെട്ട മനുഷ്യ, നീ എന്തിനു മരുന്ന് കഴിച്ചത് നിലനിർത്താൻ കുഴങ്ങുന്നു? കേരളീയരോട്, ഷുഗർ വന്നവരോടുള്ള ചോദ്യം, നിങ്ങൾ എന്തിന് ഇൻസുലിൻ കുത്തി വെക്കണം? നിങ്ങൾ എന്തിന് പ്രഷറിന് മരുന്ന് കഴിക്കണം?
നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്തിനും അമൃതയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും എന്തിനും പോകണം? അത് നിലനിർത്താൻ കുഴമ്പുന്നത് എന്തിനാണ്? സർവരോഗ നിവാരണമായ ശ്രീകൃഷ്ണ രസായനം ഉരുക്കഴിക്കുക. സന്ധ്യക്കിരുന്ന് എന്ത് ജപിക്കുക? കണ്ണനാമുണ്ണിയെ കാണുമാറാകണം. പിന്നെന്ത് പാടണം? കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. തൊട്ടടുത്ത വരി ശ്രദ്ധിക്കുക. പാലാഴി മങ്കതൻ കൊങ്കാപുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. അടുത്തിടെ ശശികല പറഞ്ഞത് ഈ വേടന്റെ പാട്ടുകളെല്ലാം അശ്ലീലമാണെന്നാണ്. പക്ഷെ ഈ സന്ധ്യയ്ക്കുള്ള കീർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ വേറൊന്നും നമ്മൾ തേടണ്ട. രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളം മണിനൂപുരവും എന്നാണ് കൃഷ്ണനെ വാഴ്ത്തുന്നത്. തൽക്കാലം ഞാനിതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല. പോയാൽ വലിയ പ്രശ്നമാണ്. പോയത് വേറെ ക്ലാസ്സായിട്ട് മാറും. അപ്പോൾ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ഭക്തി എന്ന പേരിൽ എന്തൊക്കെയാണ് നടമാടുന്നത് എന്നുള്ളത് വർത്തമാനകാല കേരളത്തിൻ്റെ ദൃശ്യം പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തമാവും. അത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതൊന്ന് പൊങ്കാലയാണ്. ഈ പൊങ്കാലയുടെ ചരിത്രം കേരളത്തിൻ്റെ സാംസ്കാരികത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്ന ഒന്നാണ് പൊങ്കാല? ഒന്നുമല്ല. തമിഴകത്തിലൊരു സംസ്കാരം കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ മുഴുവൻ അങ്ങ് വ്യാപിക്കുകയും ചെയ്ത ഒന്നാണ് പൊങ്കാല എന്ന് പറയുന്നത്. അതുപോലെ രാമായണ പാരായണം. കേരളത്തിൽ രാമായണ പാരായണത്തിന് വിപുലമായ ചരിത്രം ഉണ്ടോ? ഇല്ല. തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുരിയൂർ ഗ്രന്ഥവരി, 9-ാം നൂറ്റാണ്ട് മുതലുള്ള വാരപ്പള്ളി, ചെപ്പർ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ശിലാലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ രാമായണം കേരളത്തിൽ വായിച്ചിരുന്നതിനെ പറ്റി ഒരു തെളിവുമില്ല. രാമക്ഷേത്രങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിച്ചാൽ രാമക്ഷേത്രത്തിൽ പലതും രാമക്ഷേത്രമാണെന്ന് എന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പോകുമ്പോൾ കാണുന്നതെല്ലാം ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ പ്രതിമയാണ്, രാമൻ്റെ പ്രതിമയല്ല. നാലമ്പലം തീർത്ഥാടനം 5000 വർഷത്തെ പഴക്കമെന്നാണ് പറയുന്നത്. വളരെ അടുത്ത കാലത്ത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരും വാഹന ഓടിക്കുന്ന ആളുകളും എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ചെടുത്ത വ്യാപാര വ്യവസായ ശൃംഖലയുടെ ഒരു നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ നാലമ്പല തീർത്ഥാടനം. നാലമ്പല തീർത്ഥാടനത്തെ പറ്റി നമ്മുടെ ഗ്രന്ഥവരികളിലൊന്നും തന്നെ യാതൊന്നും തന്നെ കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശങ്ങൾ 15-ാം നൂറ്റാണ്ട് മുതലുള്ള ഗ്രന്ഥവരികളിൽ കാണേണ്ടതല്ലേ? അങ്ങനെയൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഭക്തി പുതിയൊരു കാലത്ത് വ്യാപാരവും വ്യവസായവും വാണിജ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുതിയൊരു നിർമ്മിതിയായി മാറിത്തീർന്നത്? വേറൊരു തന്നെ ചർച്ചാ വിഷയമാണ്. അത് സംസാരിക്കാൻ 1 മണിക്കൂർ തന്നെ വേണ്ടി വരും. ഡോക്ടർ മീരാനന്ദയുടെ ഒരു വിപുലമായ പഠനം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ദൈവവും ഭക്തിയും ആധുനിക കാലത്തൊരു രാഷ്ട്രനിർമ്മിതിയിൽ കോട്ടാൻകോട്ടിലെ രാഷ്ട്രനിർമ്മിതി പങ്കുവഹിക്കുന്നത് എന്നും നമ്മുടെ ജനാധിപത്യപരമായ ചിന്തകളെ അട്ടിമറിക്കുന്നതെന്നും ഡോക്ടർ മീരാനന്ദ അന്വേഷിക്കുന്നത് പ്രത്യേകം ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഭക്തി എന്ന് പറയുന്നത് ചങ്ങമ്പുഴ ഒരിക്കൽ പാടിയതുപോലെ ഭക്തിയുടെ ചൂണ്ട വിഴുങ്ങിയ ഭക്തി യുക്തിഹീനന് പിന്നെ എന്തില്ല? മുക്തിയില്ല എന്ന് ചങ്ങമ്പുഴ പാടുന്നുണ്ട്. ഈ ഗ്രന്ഥപാഠങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഭക്തിയുടെ പ്രത്യയശാസ്ത്രം ബ്രാഹ്മണികമാണ്. അത് ജനാധിപത്യത്തെ, സമത്വത്തെ, സ്വാതന്ത്ര്യത്തെ ഒക്കെ തന്നെ നിരാകരിക്കുന്ന ഒരു ലോകവീക്ഷണമാണ് അതിൻ്റെ ഗ്രന്ഥപാഠങ്ങളും അതിൻ്റെ ആശയാവലികളും പങ്കുവെക്കുന്നത് എന്നാണ് ഈ സംഭാഷണത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം. ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ച യുക്തിവാദി സംഘത്തിൻ്റെ ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.